ഇന്ന് പകൽക്കാലം ലഭിച്ച ഈ വിലയേറിയ അവസരത്തിനായി നന്ദിപൂർവ്വം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आज दोपहर को प्रभु ने दिया हुआ इस अच्छा समय के लिए मैं प्रभु का बहुत धन्यवाद देता हूँ. ക്രൈസ്തവ ഗോളത്തിലും ഞങ്ങളുടെ കേരളത്തിലുള്ള പെന്തക്കോസ്ത് സഭകൾക്കും വളരെ അനുഗ്രഹീതനായി പ്രവർത്തിക്കുന്ന കർത്തൃദാസനാണ് പാസ്റ്റർ എം ശാമുവേൽ. केरला में और दुनिया में प्रभु की सेवा में प्रभु इस्तेमाल करने वाला प्रभु का दास है एम शामुएल. ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്ന റാന്നി സെൻട്രൽ അതിൽപ്പെട്ട സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. मैं जिधर में अभी सेवा कर रहा हूँ रानी सेंटर, उस सेंटर के इलाका में इनका घर है. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലം മുതൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും ഞാൻ വളരെ സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആദരണീയനായ കർത്തൃദാസനാണ് പാസ്റ്റർ എം ശാമുവേൽ. प्रभु का दास के जब सेवा शुरू किया उस वक़्त में से लेकर अभी तक प्रभु की सेवा में उनके साथ में शामिल होने के लिए प्रभु ने मुझे कृपा दिया, इसलिए मैं प्रभु का बहुत धन्यवाद देता हूँ. ഞങ്ങളുടെ ദേശങ്ങളിലെ സഭകൾ അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ പരമസുഖമായി ദേശീയ തലത്തിൽ ഉയർന്ന ഒരു സ്ഥാനത്ത് വരുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. अगर केरला में ही उन्होंने सेवा करते रहते थे तो बहुत ऊंचे स्थान में पहुंच सकता था. എന്നാൽ ജാതികളുടെ സുവിശേഷീകരണത്തിന് വേണ്ടി തന്നെത്താൻ അർപ്പിച്ച് ബഹുവിധ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉപദ്രവങ്ങളും സഹിച്ച് അതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നിൽക്കുന്ന കർത്തൃദാസനെ ദൈവം നിങ്ങൾക്ക് നൽകിയതാണ് എന്നോർത്ത് നന്ദിപൂർവ്വം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. आज ऐसा अच्छी तरह से रहने वाला प्रभु का दास को आपके बीच में कष्ट और परेशानी और मुसीबत के बीच में रहकर सेवा करने के लिए प्रभु ने भेजा है, इसलिए प्रभु की तरफ से आपके लिए भेजा गया समझकर प्रभु का धन्यवाद करते रहना. എൻ്റെ 7ാമത്തെ വയസ്സിൽ ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. मेरे 7वां साल की उम्र में यीशु मसीह को उद्धारकर्ता करके मैंने स्वीकार किया. ഞാൻ എൻ്റെ 12ാമത്തെ വയസ്സിൽ പത്തനംതിട്ട മാർത്തോമാ സ്കൂളിൽ പഠിക്കുമ്പോൾ മിഡിൽ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഒരു സുവിശേഷകനായി ജീവിതം ആരംഭിച്ചു. मैं जब 12 साल का उम्र में था मिडिल स्कूल में मर्तोमा कलीसिया के साथ में रहते समय में प्रभु की सेवा करना शुरू किया. 1954 ഡിസംബർ മാസം 27-ാം തീയതിയാണ് തിങ്കളാഴ്ച 1:15 മണിക്കാണ് ദൈവവചനമെടുത്ത് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയത്. 1954 में दिसंबर महीना में 1:15 बजे मैं प्रभु का वचन लेकर प्रचार करना शुरू അന്ന് किया. ഞാനൊരു ചെറിയ ബാലകനാണ്. उस वक्त मैं एक छोटा लड़का था. അന്ന് തുടങ്ങിയ പ്രസംഗത്തിൻ്റെ തുടർമാനമാണ് ഇടമുറിയാതെ ഇന്നും ഞാൻ ദൈവവചനം പറയുന്നത്. आज उस दिन जो शुरू किया वही वचन का प्रचार लगातार आज तक करने के लिए प्रभु मुझे कृपा दे रहा है. 55 വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ എൻ്റെ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചിട്ട്. अभी प्रभु की सेवा शुरू होकर 55 साल पूरा हुआ. ഈ ഇന്ത്യയുടെ പട്ടണങ്ങളൊക്കെയും അതേ വിദേശ രാജ്യങ്ങളും 5 ഭൂഖണ്ഡങ്ങളിലും ഞാൻ കർത്താവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. इंडिया में हर स्टेट में, उसके अलावा 5 महाद्वीप जो अमेरिका, ऑस्ट्रेलिया, अफ्रीका, ऐसा सारे देशों में भी प्रभु का वचन प्रचार करने के लिए ഇപ്പോൾ പഞ്ചാബിൽ അനേക സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച് ഇന്നലെ രാത്രി പത്താംകോട്ടിനടുത്തായിരുന്നു. കർത്താവിൻ്റെ ദാസനെ കാണുവാൻ ഞങ്ങൾ വളരെ ആഗ്രഹത്തോടെ രാവിലെ യാത്ര തിരിക്കുകയായിരുന്നു. लुधियाना में कन्वेंशन चला, उसके बाद कल पठानकोट में था. पठानकोट में वचन प्रचार करने के बाद आज इधर प्रभु के दास को मिलने के लिए आने के लिए प्रभु ने कृपा दी. പഞ്ചാബിലെ അനേക സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി. पंजाब में बहुत तेरह जगह में जाने के लिए प्रभु ने कृपा दी. പഞ്ചാബിൽ ഒരു കൊയ്ത്തിന്റെ സമയമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. पंजाब में आत्मा में एक अच्छा कटनी का समय है करके हमको मालूम हो रहा है. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആത്മീയ കൊയ്ത്തിന്റെ സമയമാണ് ഈ നാളുകളെന്ന് ദൈവമക്കൾ അറിയാതെ ഇരിക്കരുത്. ये जमाना, ये समय प्रभु आत्मिक तौर पर बहुत बड़ा कठिनी कर रहा है करके सबको मालूम होना. ജാതികളുടെ ഇരുമ്പ് കോട്ടകളായി ഇരിക്കുന്ന സ്ഥലങ്ങളെ ദൈവം സന്ദർശിക്കാൻ സമയമായിരിക്കുന്നു. गैर कौमों का किलों को प्रभु तोड़ डालने का समय आया है. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ അതിൽ നല്ല അതേ പ്രത്യാശയും വിശ്വാസമുള്ളവരായിരിക്കണം. आप लोग जितने लोग आए हैं, आप लोग ये विश्वास करना है इन आखिरी दिनों में प्रभु सारे किला तोड़ डालेंगे. നിങ്ങൾ ആരും യാദൃച്ഛികമായി ഇവിടെ വന്നവരല്ല. आप लोग कोई अचानक इधर में नहीं आए. ദൈവത്തിന് നിങ്ങൾ സ്തോത്രം ചെയ്യണം. ദൈവം നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. परमेश्वर आपको इधर लेके आए, इसलिए प्रभु को आप धन्यवाद देना है. അതെ, ഇന്ന് നിങ്ങളോട് ചിന്തിപ്പാൻ നിങ്ങളുമായി പങ്കിടുവാൻ ഒരു വേദവചനം എൻ്റെ ജീവിതത്തിൽ ലഭിച്ചത്, അത് പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. प्रभु ने मेरे अंदर में दिया हुआ एक वचन आपके साथ मैं बांटना चाहता हूं. ദൈവദാസനെ കണ്ടിട്ട് ഉടനെ പോകാൻ ഞങ്ങൾ തിടുക്കത്തോടെ വന്നതാണ്.
അതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിഷേധിപ്പാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ കൂട്ടായ്മ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തു. प्रभु का दास को मिलकर जल्दी वापस जाना था, लेकिन उन्होंने विनती किया, तो इसलिए मैं आपके साथ थोड़ा समय वचन प्रचार करना चाहता हूं. പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 19-ാം വാക്യം ദയവായി നിങ്ങൾ എല്ലാവരും പുസ്തകമുള്ളവർ നോട്ട് ചെയ്താട്ട്. प्रकाशित प्रेरितों का काम 26वां अध्याय उसका 19वां पद. प्रेरितों का काम 26 का 19 पद पढ़िएगा. सब खोलकर पढ़े, पढ़ो 26 का 19. अतः हे राजा अग्रिप्पा, मैंने उस स्वर्ग के दर्शन की बात ना टाली, परंतु पहले दमिश्क के, फिर यरूशलेम के और तब यहूदिया के सारे देश के रहने वालों को और अन्य जातियों को समझाता रहा कि मन फिराओ और परमेश्वर की ओर फिर कर मन फिराव के योग्य काम करो. മതി. അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. अग्रिप्पा महाराजा, परमेश्वर का स्वर्ग से जो दर्शन मुझे मिला है उसको मैंने ना इनकार किया. പ്രൈസ് ദി ലോർഡ്. प्रभु का धन्यवाद हो. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൂടി ദൈവസന്നിധിയിലായിരിക്കണം. നിങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാണ്. आप लोग इधर में जितने लोग बैठे हैं प्रार्थना के साथ प्रभु का धन्यवाद देते हुए बैठना. നിങ്ങൾ ദൈവവചനത്തിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കണം. आप लोग परमेश्वर का वचन में आनंद मनाते हुए बैठना. അപ്പോസ്തലനായ പൗലോസ് ഒരു സാക്ഷ്യം പറയുകയാണ് ഈ വേദഭാഗത്ത്. प्रभु का दास प्रेरित पौलुस अपना गवाही दे रहा है. പൗലോസ് പറയുന്നു, ഞാൻ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് ഇതുവരെ കാണിച്ചിട്ടില്ല. पौलुस बोलता है, परमेश्वर से मिला हुआ दर्शन को मैं कभी थोड़ा नहीं, ना आज्ञा माना हुआ हालत में आया नहीं. അതിന്റെ അർത്ഥം റോമൻ നിയമം ലംഘിച്ച് കാണും, അല്ലെങ്കിൽ യഹൂദ്യ നിയമങ്ങൾ ലംഘിച്ച് കാണും, പല ആചാരങ്ങൾ ലംഘിച്ച് കാണും, പല ദുരാചാരങ്ങൾ ലംഘിച്ച് കാണും. പക്ഷേ സ്വർഗീയ ദർശനത്തിന് ഇതുവരെ ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. इसका मतलब ये हम निकाल सकते हैं, उस समय का रीति रिवाज को मैं तोड़ दिया होगा, मजहब का रिवाज को तोड़ दिया होगा, राजा का कानून को तोड़ दिया होगा, लेकिन परमेश्वर से मिला हुआ कोई कानून को मैं आज तक तोड़ा नहीं. പൗലോസിനേക്കാൾ വലിയൊരു വ്യക്തിയെ ക്രൈസ്തവോളം കണ്ടിട്ടില്ലെന്നാ എന്റെ വിശ്വാസം. पौलुस से बड़ा कोई आदमी को दुनिया अभी तक देखा नहीं करके मैं विश्वास करता हूं. 3 മാസ്റ്റേഴ്സ് എടുത്ത ഒരു വ്യക്തിയാണ് ഈ പൗലോസ്. पौलुस 3 बड़ा मास्टर डिग्री लिया हुआ आदमी था. അതെ, യവനായി യൂണിവേഴ്സിറ്റി അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സർവജ്ഞാന പീഠം കയറുന്ന യൂണിവേഴ്സിറ്റിയാണ്. यूनानियों का बड़े पाठशाला सबसे माना हुआ पाठशाला था. റോമാണെങ്കിൽ സംസ്കാര സമ്പന്നതയുടെ തറവാടാണ്. रोमी में सिखाने वाला सारे कल्चर किया संस्कार का जगह है. അതെ, യഹൂദ മതപാഠശാലയാണെങ്കിൽ മാർഗീയ നിലവാരത്തിന്റെ അത്യുന്നത നിലവാരമുള്ള ഒരു പാഠശാലയാണ്. यहूदियों का पढ़ाने का जगह सारे रीति रिवाज को ऊंचे दर्जे का पढ़ाने वाला ഈ जगह. 3 യൂണിവേഴ്സിറ്റിയുടെയും മാസ്റ്റേഴ്സ് കരസ്ഥമാക്കിയവനാണ്. पौलुस इस 3 यूनिवर्सिटी का बड़ा डिग्री लिया हुआ आदमी था. അതുകൊണ്ട് ഈ വേദവാക്യം തന്നെ തെളിയിക്കുന്നു. അതെ, ദൈവവചനത്തിൽ കൂടെ ഇങ്ങനെ പറയുന്നു, രാജാവ് നിനക്ക് വിദ്യാബഹുത്വത്താൽ ഭ്രാന്ത് പഠിച്ചു, വിദ്യയല്ല വിദ്യാബഹുത്വമുള്ളവനാണെന്ന് തെളിയിക്കുന്നു. इधर में राजा बोलते हैं तुमने बहुत कुछ पढ़ा है, उस पढ़ाई के कारण तुम्हारे दिमाग में कुछ लगा. ലോകം അറിഞ്ഞതിൽ സർവജ്ഞാന പീഠം കയറുവാൻ അർഹതയുള്ള മഹാജ്ഞാനിയായിരുന്നു ഈ പൗലോസ്. पौलुस के बारे में हम पढ़ते समय में उस समय का दुनिया में सबसे ज्यादा पढ़ा लिखा आदमी था. യഹൂദ മാർഗത്തിന്റെ അതേ മഹാപുരോഹിതൻ കഴിഞ്ഞാൽ പിന്നത്തെ സർവാധിപതി പൗലോസായിരുന്നു. यहूदा धर्म में पिलातुस के बाद सबसे बड़ा अधिकारी जाने हुआ पौलुस था. ഏതുകൊണ്ടും വലിയ ഉന്നതനായ ഒരു മനുഷ്യൻ, सब बातों में बड़े ऊंचे स्थान में रहने वाला. 9 കോടി പവന്റെ സ്വത്തുണ്ടായിരുന്ന അതേ തർസോസിലെ ഒരു കപ്പൽ വ്യവസായിയുടെ മകനാണ്. 80 करोड़ पाउंड का इतना बड़ा अमीर पानी का जहाज का धन दौलत का मालिक था. അങ്ങനെ ഇരിക്കെ താൻ ദൈവജനങ്ങളെ പിടിച്ചുകെട്ടി അതെ കൊണ്ടുപോയി ഉപദ്രവിക്കുവാനും കൊല്ലുവാനും പാസ് എടുത്ത് നടന്ന ഒരു വ്യക്തിയാണ്. उस समय में उन्होंने प्रभु यीशु मसीह के पीछे चलने वालों को पकड़कर बांधकर उनको तकलीफ देने के लिए, उनको किसी तरह से खत्म करने के लिए कोशिश करते हुए चलता रहा. ആ പ്രവൃത്തികൾ താൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദമസ്കോസിൽ വെച്ച് ദൈവത്തിന്റെ ഒരു സന്ദർശനം തനിക്കുണ്ടായി. ऐसा वो काम करते वक्त दमस्कोस में परमेश्वर
के साथ एक संपर्क उनको होने लगा। രാത്രിയിലെ പേക്കിനാവല്ല പട്ടാപ്പകൽ സംഭവിച്ച ഒരു കാര്യമാണ്. रात को हुआ हुआ एक स्वप्न नहीं, दोपहर के खड़ी धूप में हुआ हुआ एक घटना है। സൂര്യനെ കവിയുന്ന വലിയൊരു പ്രകാശത്തിന് മുമ്പിലേക്ക് അദ്ദേഹം വന്നു. सूरज से ज्यादा रोशनी से चमकने वाला एक रोशनी उनके चारों तरफ गिर पड़ा। കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു. उन्होंने चलने वाला सफर करने वाला घोड़े से नीचे गिरा। വിശ്വാസികളെ കൊല്ലാൻ പാസ് എടുത്ത് അധികാരത്തോടെ വന്നവനാണ്, പക്ഷേ അവൻ കുതിരപ്പുറത്ത് വന്ന് താഴെ വീണു. विश्वासी लोगों को खत्म करने के लिए अधिकार पत्र लेके आया हुआ व्यक्ति घोड़े के ऊपर से नीचे गिरा। അപ്പോൾ അവൻ ചോദിച്ച ചോദ്യം, നീ ആരാകുന്നു കർത്താവേ? उस समय उन्होंने पूछते, हे प्रभु आप कौन हैं? അവൻ ദൈവവിശ്വാസമുള്ളവനാണ്, वो परमेश्वर के ऊपर विश्वास करने वाला था, കർത്താവിനെ അറിയുന്നവനാണ്. वो परमेश्वर को जानने वाला था। അവനോ ഒരു ചോദ്യം ചോദിച്ചു, നീ ആരാകുന്ന കർത്താവേ? उन्होंने एक सवाल पूछा, आप कौन है प्रभु? പിശാച് അവനെ തെള്ളിയിട്ടെന്ന് അവൻ വിശ്വസിച്ചില്ല. शैतान उनको गिरा दिया करके वो नहीं सोचा। പലരുമാണെങ്കിൽ ആ വീഴ്ചയിൽ പിശാചിനെ ശാസിച്ചു കളയും. बहुत सारे लोग ऐसा गिरने के समय में शैतान को डांटते അവന് हैं। മനസ്സിലായി അവനെ സന്ദർശിച്ചത് കർത്താവാണെന്ന്. उनको मालूम हो गया उनको दर्शन करने वाला परमेश्वर है। അതിന് മറുപടി, ഞാനാകുന്നു ദൈവമെന്നല്ല യേശു പറഞ്ഞത്. उस वक्त प्रभु यीशु मसीह मैं परमेश्वर है करके नहीं बताया। നീ ഉപദ്രവിക്കുന്ന യേശുവാണു ഞാൻ. तुम जिसको सताते है वही यीशु हूं मैं। മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് പൗലോസേ നിനക്ക് വിഷമമാണ്. कांटों के देरे पारना तुम्हारे लिए मुश्किल है। ഇത് പൗലോസിന് മനസ്സിലായി. ये पौलुस को मालूम हो ആ गया, ശൗലിനത് മനസ്സിലായി. तो शाऊल को मालूम हो गया। അവൻ കർത്താവിലേക്ക് മനസ്സാന്തരപ്പെടുവാനിടയായി. और प्रभु यीशु मसीह के पास पश्चाताप के साथ आने के लिए അങ്ങനെ मौका हुआ। കൂരിരുട്ട് ബാധിച്ചവനായി അവനെ അതേ ഒരു ഭവനത്തിൽ ചെന്നു. अंधे होकर उन्होंने एक घर में चले गए। 3 ദിവസം അവിടെ ഇരുന്നു. 3 दिन उधर अपना जीवन बिताया। അനന്യാസ് എന്ന് പറയുന്ന ശിഷ്യന് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. अनन्या करके प्रभु का दास को प्रभु एक दर्शन दिया। അതെ, ശൗൽ ഇന്ന വീട്ടിലുണ്ടോ, നീ എന്നവന് വേണ്ടി പ്രാർത്ഥിക്കണം. और शाऊल फलाना घर में है, तुम जाकर उनके लिए प्रार्थना करो। ആദ്യം അനന്യാസ് ഭയപ്പെട്ടു. पहले अनन्यास डर गया। അവൻ നേർവീതി എന്ന തെരുവിൽ ചെന്നു. उन्होंने सीधे रास्ते में ശൗലിന്റെ മേൽ उधर पहुंच गया। കൈവച്ചു. शाऊल के ऊपर हाथ रखा, അവന് സൗഖ്യം പ്രാപിച്ചു. उन्होंने एकदम चंगा हुआ। അവൻ പരിശുദ്ധാത്മാ പൂർണ്ണനായി തീർന്നു. वो पवित्र आत्मा से भरपूर हो गए। Praise the Lord. प्रभु का धन्यवाद। അപ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. उधर में एक मोजा चल रहा അവൻ है। ചെന്ന് സ്നാനപ്പെട്ടു. उन्होंने जाकर बपतिस्मा लिया। അതിനുശേഷമാണ് അവൻ ഭക്ഷണം കഴിച്ചത്. उसके बाद उन्होंने खाना खाया। രക്ഷിക്കപ്പെടുക, उद्धार पाना, അതെ, അഥവാ മാനസാന്തരം അഥവാ രക്ഷ ഒന്നാമത്തെ കാര്യമാണ്. सबसे पहली बात उद्धार पाना। 2, അതെ, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുക. दूसरा पवित्र आत्मा पाना। 3, അവൻ ജലസ്നാനം ഏറ്റെടുത്തു. तीसरा उन्होंने पानी का बपतिस्मा लिया। ദൈവ സന്ദർശനം ഉണ്ടായാൽ ഉപദേശപതിന ക്രമത്തിൽ തന്നെ വന്നിരിക്കണം. अगर परमेश्वर आपको दर्शन मिला है तो उपदेश के अनुसार Praise the Lord. आप स्टेप बाय स्टेप आके जाते हैं। നിങ്ങൾ ഉപദേശം പഠിപ്പിക്കേണ്ടവരാണ്, പഠിച്ചവരാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചാണ് ദൈവസഭയോട് ചേരുന്നത്. आप लोगों को उपदेश मालूम है, उद्धार पाया, बपतिस्मा लिया, पवित्र आत्मा पाकर प्रभु के कलीसिया में शामिल ഇങ്ങനെ होते हैं। പൗലോസ് തന്റെ പ്രവർത്തനത്തിൽ മുൻപോട്ട് നീങ്ങി. ऐसा पौलुस अपना सेवा करते हुए आगे बढ़ा। ഈ 9-ാം അധ്യായം മുതൽ പൗലോസിന്റെ പ്രവർത്തന ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി പുസ്തകം. प्रेरितों का 9वां अध्याय से लेकर आगे हम पढ़ते समय में पौलुस का सेवकाई का विवरण हम पढ़ते हैं। അതെ, 20-ാം അധ്യായത്തിൽ താൻ മിലേത്തോസിലെ ശിഷ്യന്മാരെ വരുത്തി താൻ യെരുശലേമിലേക്ക് പോകുന്ന പ്രയാണത്തിന്റെ കാര്യം പറയുന്നുണ്ട്. 20वां अध्याय में उन्होंने मिलेतोस में अपना बुजुर्गों को बुलाकर कैसा यरूशलेम में जा रहा है उसके बारे में बताया। അവിടെ ഒരു പ്രവാചകൻ അതേ അരക്കച്ച എടുത്ത് അരക്കി കെട്ടിക്കൊണ്ട് പറഞ്ഞു, ഈ കച്ചയുടെ ഉടമസ്ഥനെ യെരുശലേമിൽ ബന്ധിക്കാൻ പോകുകയാണ്. उधर में एक आदमी उनका जो कपड़ा लेकर के बांध कर बोला, जो इसका मालिक है इनको यरूशलेम में बंदवाही में ले जाने वाला അങ്ങനെ है। പൗലോസ് യെരുശലേമിൽ പോകരുതെന്ന് പലരും അതേ തന്നെ സമ്മർദ്ദം ചെലുത്തി. तब बहुत सारे लोग पौलुस को बोला आप यरूशलेम में नहीं जाना। ബന്ധനവും കഷ്ടവും കണ്ടുകൊണ്ട് ഇനിയും വേലയ്ക്കില്ലെന്നല്ല പറയേണ്ടത്, ബന്ധനവും കഷ്ടവും എനിക്കായി കാത്തിരിക്കുന്നു എന്നാ പൗലോസ് പറഞ്ഞത്. पौलुस ये नहीं बोला मुसीबत तकलीफ इसलिए मेरे है इसलिए मैं रुक रहा हूं, ऐसा नहीं, मेरे लिए मुसीबत और तकलीफ इंतजार कर रहा है। Praise the Lord. നിങ്ങൾ പോകുന്നതിന് മുൻപിൽ നിങ്ങൾക്ക് ബന്ധനങ്ങളും കഷ്ടങ്ങളും ഉണ്ടായെന്ന് വരാം, അത് കേട്ടെന്ന് വരാം, പുറകോട്ട് മാറാനല്ല, മുൻപോട്ട് ചെന്നതിനെ ഫേസ് ചെയ്ത് യേശുവിന്റെ സാക്ഷ്യം സ്ഥാപിക്കാൻ നമ്മുടെ ലക്ഷ്യം. जब आप आगे जाते समय में आपको ऐसा खबर Amen. मिलेंगे Praise the Lord. तो तेरा मुसीबत
मुसीबत और परेशानी आपके सामने आने वाला है, आमीन। उसको सुनकर पीछे हटने का नहीं, वो आमीन। मेरे लिए इंतजार कर रहा है समझते हुए आगे बढ़ते जाना है। നമ്മളാരും നാശത്തിലേക്ക് പിന്മാറുന്നതിന്റെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നതിന്റെ കൂട്ടത്തിൽ അത്രയാകുന്നു. हम गिरने वालों के बीच में चाहने वाला नहीं, बल्कि उद्धार पाके आगे जीवन में चलने वालों के बीच में है। ആപത്ത്, വാള്, കഷ്ടത, പ്രതികൂലം, കല്ലേറ്, ഉപദ്രവങ്ങൾ നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ അത് അവകളെ അതിജീവിക്കുവാൻ ദൈവത്തിലെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും. वो तेरा मुसीबत, पत्थरवाह, सतावट, हर किस्म का परेशानी Praise the Lord. हमारे लिए इंतजार कर रहा है, Praise उसको the देख के Lord. पीछे हटने का नहीं, बल्कि Amen. उसको देखते आगे आगे बढ़ते जाने का है। ദൈവത്തിന്റെ സമയമാകാതെ നമുക്കൊന്നും സംഭവിക്കയില്ലെന്ന് നമുക്ക് പൂർണ്ണ നിശ്ചയം വേണം. परमेश्वर के समय के पहले कुछ भी नहीं होगा करके हमको विश्वास അല്ല, होना है। നമുക്ക് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുമെന്ന് നമ്മൾ വിശ്വസിക്കണം. अगर हमको कुछ होगा तो Praise the Lord. परमेश्वर की सेवकाई की तरक्की का कारण बनेगा Praise the करके Lord. हम समझना है। വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. जो विश्वास करते हाथ उठाकर प्रभु का धन्यवाद करें। Praise the Lord. हालेलुया। യാദൃച്ഛികമായി ഒന്നും സംഭവിക്കുന്നില്ല. अचानक कोई घटना नहीं होता। അതെ, അതുകൊണ്ട് പൗലോസ് പറയുന്നു, അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തിന് ഞാൻ വൈരുദ്ധ്യം കാട്ടിയിട്ടില്ല. इसलिए पौलुस अग्रिप्पा राजा को बोलता है, अग्रिप्पा राजा, परमेश्वर का दर्शन को मैं आज तक पालन करती ആ है। 20-ാം അധ്യായം മുതൽ മുൻപോട്ട് പൗലോസിന്റെ ബന്ധനങ്ങൾ, കഷ്ടങ്ങള്, റോമായിലേക്കുള്ള യാത്ര ഇവകളുടെ തീരുമാനമാണിത്. 20वां अध्याय से लेकर हम पढ़ते हैं तो पौलुस कितना कष्ट उठाया, परेशानी उठाया, वो बातों को लगातार हम पढ़ते हैं। യെരൂശലേമിൽ വെച്ച് യഹൂദന്മാർ പൗലോസിനെ ഉപദ്രവിച്ചു. അവൻ പട്ടാള അകമ്പടിയിലായി. यरूशलेम में यहूदी लोग उनके ऊपर हमला किया और उन लोग फौज के कब्जे में आ गए। അവൻ കൈസറെ അഭയം തേടുകയാൽ उधर में उन्होंने सीसर के ऊपर भरोसा दिलाया। അവനെ റോമായിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. കാവൽ പട്ടാളത്തിന്റെ ആ വലിയ സമ്മർദ്ദത്തോടെ അല്ലെങ്കിൽ പരിപാടിയോടെ അവരെ കൊണ്ടുപോകാനിടയായി. रखवाली के द्वारा उनको रोम सरकार के पास ले जाने का इंतजाम हुआ। വലിയ പട്ടാള കാവലിലാണ് അവനെ കൊണ്ടുപോയത്. अभी बहुत सारे फौजी लोगों के रखवाली के बीच में हो जा रहा है। യഹൂദന്മാർ അവനെ കൊന്നുകളയാതെ അടങ്ങുകയില്ലെന്ന് ആക്രോശിച്ച് ഉപവസിച്ചു പ്രാർത്ഥിച്ചൊക്കെ അവർ നിൽക്കുകയാണ്. यहूदी लोग उनको मार डालने के बिना चुप नहीं रहेंगे करके बोलते हुए बहुत कुछ हल्ला उल्ला कर रहा है। അതിനിടയ്ക്ക് 40 അതേ യഹൂദന്മാരെ അവനെ മരിക്കാതെ കൊല്ലാതെ വെള്ളം കുടിക്കുകയില്ലെന്ന് അങ്ങ് തീരുമാനിച്ചു. उस वक्त 40 यहूदी लोग ऐसा बोला, जब तक पौलुस को मार ना डालेगा हम पानी तक नहीं पिएंगे। ഇങ്ങനെ താൻ റോമായിലേക്ക് പോകുന്ന യാത്രയുടെ മധ്യത്തിലാണ് 26-ാം അധ്യായത്തിലെ സാക്ഷ്യമുണ്ടായത്. ऐसा उन्होंने रोम की ओर जलते समय में 26वां अध्याय में लिखा हुआ गवाही आ रहा है। അതെ, പറഞ്ഞ വാക്കോർക്കണം, സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാട്ടിയിട്ടില്ല. उन्होंने बोला हुआ शब्द आपने सुना, परमेश्वर से पाया हुआ दर्शन के खिलाफ मैं कुछ नहीं किया। യെരൂശലേമിലും യഹൂദിയയിലും എല്ലാം ഞാൻ സുവിശേഷം അറിയിച്ചു. यरूशलेम और यहूदिया सब जगह में मैं सुसमाचार प्रचार किया। ജാതികളുടെ പട്ടണത്തിൽ സുവിശേഷം അറിയിച്ചു. गैर कौम के बीच में मैंने सुसमाचार प्रचार किया। ജാതികളോട് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് വരണമെന്ന് ഞങ്ങൾ പ്രസംഗിച്ചു. गैर कौम को लोगों को उद्धार पाकर प्रभु में आना करके मैं प्रचार किया है। സകല ജാതികളോടുള്ള നമ്മുടെ പ്രസംഗം മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക. हर किस्म के कौमों का हमारा प्रचार किया है, Praise the उद्धार Lord. पाकर प्रभु में वापस आ जाओ। നിങ്ങൾ എന്താ പ്രസംഗിക്കാൻ പോകുന്നേ? आप लोग क्या प्रचार करने जा रहे हैं? ഞങ്ങളൊക്കെ വലിയ മിഷണറിമാരായവരും ആകേണ്ടവരുമാണ്. आप लोग मिशनरी बनने वाला, प्रचार करने वाला है। എന്തുവാ നിങ്ങളുടെ വേലയാൽ ഉണ്ടാകേണ്ട ഫലം എന്താണ്? आपके सेवा के द्वारा क्या फायदा होना നിങ്ങൾ है? എന്താണ് ചെയ്യാൻ പോകുന്നത്? आप लोग क्या करने जा रहा है? 18-ാം വാക്യത്തിൽ 5 കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വേലയാൽ നടക്കാൻ പോകുന്ന കാര്യമാണത്. 18 अध्याय में 18 वचन में 5 बात बताया है जो हमारा सेवकाई से द्वारा होना है। ഒന്ന് വായിച്ചേ 18-ന്റെ 5. 18 अध्याय प्रेरितों काम 18 का 5 पढ़िएगा। प्रेरितों काम 18 का 5। സോറി, 26-ന്റെ 18. माफ करना, 26 26 का 18 पढ़ना। 18-ാം വാക്യം. 26 का 18 प्रेरितों काम 26 का 18 पढ़े। कि तू उनकी आंखें खोले कि वे अंधकार से ज्योति की ओर और शैतान के अधिकार से परमेश्वर की ओर फिरें, कि पापों की क्षमा और उन लोगों के साथ जो मुझ पर विश्वास करने से पवित्र किए गए हैं मिरास पाएं। ശരി, മതി. ഒന്ന്
അവർക്ക് പാപമോചനം ഉണ്ടാകണം. उनको पापों से क्षमा मिलना है. എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ഉണ്ടാകണം. मेरे ऊपर का विश्वास करने के कारण उनको संतों के साथ का मिराज बारिश होना है. അവരുടെ കണ്ണ് തുറക്കണം. उनका आंख खुलना है. അവരെ അത് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. उन लोग अंधेरा से रोशनी में आना है. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. शैतान की कब्जे से परमेश्वर के अधिकार में उनको लेके आना है. എന്താ അവിടെ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ? इधर में बोला हुआ 5 बात कौन कौन सा है? നമ്മുടെ ശുശ്രൂഷയാൽ നടക്കേണ്ട കാര്യമോ? हमारे सेवकों सेवा के द्वारा ये 5 बातें होना है. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അത് കാണാതെ തന്നെ ബൈ ഹാർട്ട് ആക്കി പഠിക്കണം. आप लोग ये मुंह जबानी सीखना है. हमारे सेवा के द्वारा क्या क्या നമ്മുടെ होना है. ശുശ്രൂഷയിൽ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് നമ്മൾ അറിയണം. हमारा सेवा के द्वारा क्या क्या बातें होना है करके हमको मालूम होना है. അതെ, പാപമോചനം ഉണ്ടാകണം. पापों से क्षमा मिलना है. കർത്താവിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഇടയിൽ അവകാശം ഉണ്ടാകണം. प्रभु यीशु मसीह के ऊपर विश्वास करने के कारण मिराज में या सांची अवकाश मिलना है. അവരുടെ അതെ കണ്ണുകൾ തുറക്കണം. उनका आंखें खुलना है. അതെ, ഇരുൾ പ്രദേശത്തിരിക്കുന്നവർ വെളിച്ചം കാണണമെങ്കിൽ അവരുടെ കണ്ണ് തുറന്നേ മതിയാകത്തുള്ളൂ. अंधकार के इलाका में रहने वाला रोशनी देखना है तो उनका आंख खुलना है. അവരെ ഇരുളിൽ നിന്ന് സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിലും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. उनको अंधकार से छुड़ाकर परमेश्वर का रोशनी में उनको लेके आना है. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? നമ്മുടെ വേലയാൽ എന്താ നടക്കേണ്ടത്? आपको मालूम हुआ हमारा सेवा के द्वारा क्या होना है. നമ്മുടെ രാജ്യം ഇരുളിലിരിക്കുന്നു. हमारा राज्य अंधकार में पड़ा है. നമ്മുടെ ദേശം ഇരുളിലിരിക്കുന്നു. हमारा देश अंधकार में पड़ा हुआ है. അതെ, പിശാചിന്റെ പിടിയിലായിരിക്കുന്ന ദേശങ്ങളാണ്. शैतान के कब्जे में देश पड़ा हुआ है. ജാതികളെ മൂടിയിരിക്കുന്നത് ഇരുളാണ്. गैर कौमों को अंधकार हुकूमत कर रहा ആ है. ഇരുളിന് കാരണക്കാരൻ പിശാചാണ്. वो अंधकार का कारण शैतान है. ഈ പിശാചിന്റെ പിടിയിൽ നിന്ന് ഇരുളിൽ നിന്ന് ജനം വെളിച്ചത്തിലേക്ക് വരുവാനാണ് നമ്മുടെ ശുശ്രൂഷ. इस अंधकार में पड़े हुए लोगों को रोशनी में लेके आना है हमारा सेवा. അവർക്ക് പാപമോചനം ഉണ്ടാകണം. उनको पापों से माफी मिलना है. ആകയാൽ പാപമോചനം എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ വിടുതലിന്റെ ശുശ്രൂഷയാണ്. हमारे सबसे बड़ा छुटकारे का सेवका ये पापों से मुक्त हो जाए, पापों से क्षमा मिले. പാപത്തിന് വിടുതൽ ഉണ്ടാകാൻ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. पापों से मुक्ति मिलने के लिए, छुटकारा मिलने के लिए यीशु के अलावा दूसरा और कोई नाम नहीं നമ്മുടെ है. സുവിശേഷം മതപ്രചരണമല്ല, യേശുവിലുള്ള വിശ്വാസത്താൽ പാപമോചനമാണ്. हमारा प्रचार एक धर्म से दूसरा धर्म में लाने का नहीं, बल्कि यीशु के द्वारा पापों से छुटकारा मिलना है. അത് ഇരുൾ വ്യാപരിച്ച ജനത്തിന് വെളിച്ചം കൊടുക്കുന്ന ജോലിയാണ് നമ്മുടേത്. अंधकार में पड़ा हुआ लोगों को रोशनी देना है हमारा काम. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിലെ വെളിച്ചമാണെന്ന്. यीशु ने कहा तुम दुनिया का रोशनी हो. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിലെ വെളിച്ചമാണെന്ന്. यीशु ने कहा मैं दुनिया का रोशनी. യേശു ഉള്ളിടത്ത് ഇരുള് മാറി വെളിച്ചം വരും. जिधर यीशु है उधर में अंधकार हटकर रोशनी आएगा. യേശുവിനെ ലോകത്തിലെ ജാതികൾക്ക് കൊടുക്കുവാൻ നമ്മെ ഏൽപ്പിച്ചതാണ് ഈ സുവിശേഷം. यीशु का दुनिया के लोगों को देने के लिए यह सुसमाचार हमारे हाथ में दिया गया है. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. विश्वास करने वाला प्रभु का स्तुति करे. Praise the Lord. हालेलुया. അസത്യയോടൊന്നും ഇരിക്കല്ല, വളരെ ശ്രദ്ധിച്ച് ആത്മാവിൽ കത്തിക്കൊണ്ടിരിക്കണം. आप लोग इधर उधर की बातें सोचते हुए ना रहें, आत्मा में बात को समझते हुए आत्मा में जागते हुए रहें. ഇതാണ് നമ്മുടെ ശുശ്രൂഷ. ये है हमारा सेवकाई. നമ്മുടെ ശുശ്രൂഷയിൽ വെളിപ്പെടേണ്ട 5 കാര്യങ്ങളാണ് ഇവിടെ വായിച്ചത്. हमारा सेवकाई में प्रकट होने वाला 5 बातों के बारे में हमने सीखा है. ഇരുളിലായിരുന്ന നമ്മുടെ കണ്ണ് തുറക്കുവാൻ ദൈവം അയച്ച ദൈവദാസന്മാര് സുവിശേഷം പറഞ്ഞാണ് നമ്മുടെ കണ്ണ് തുറന്നത്. जब हम अंधकार में बैठे हुए थे, प्रभु ने अपने दासों को भेजा और उन लोग सुसमाचार बताया. उस सुसमाचार के द्वारा अंधकार से हमको छुटकारा मिला. പിശാചിന്റെ ബന്ധനത്തിലായിരുന്നു നമ്മെ ദൈവം വിടുവിച്ചതാണ്. शैतान की बंधन में पड़े हुए हमको प्रभु ने छुड़ाया है. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശം നമ്മെ പ്രാപ്തരാക്കിയതാണ്. पवित्र लोगों का रोशनी के हकदार हमको बनाया है. ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചതാണ്. अंधकार की कब्जे से उन्होंने हमको छुड़ाया है. ഇപ്പോൾ നമ്മളെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. अभी हमको परमेश्वर का प्यार भरा हुआ पुत्र का राज्य में बिठाया ഈ है. പറഞ്ഞ കാര്യം അനുഭവമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ये अनुभव जिसको है हाथ उठाकर प्रभु का धन्यवाद करें. ആമേൻ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശം നമ്മെ പ്രാപ്തരാക്കി. प्रभु यीशु मसीह के द्वारा रोशनी के हकदार हम बन गए. ഇരുട്ടിന്റെ അധികാരം നമ്മെ വിടുവിച്ചു. अंधकार के कब्जे से हमको छुड़ाया है. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന് സ്തോത്രം. प्रेम करने वाला परमेश्वर का पुत्र के राज्य में प्रवेश कराया, इसलिए प्रभु का അത് धन्यवाद. നമ്മുടെ വിടുതലിന്റെ സന്തോഷമാണ്. वो हमारा छुटकारे का खुशी है. ദൈവത്തിന് സ്തോത്രം. प्रभु का धन्यवाद हो. ഇവിടെ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാട്ടിയിട്ടില്ല.
इधर में उन्होंने बोलते हैं स्वर्गीय दर्शन जो मिला उस दर्शन के खिलाफ मैंने कुछ नहीं किया। സ്വർഗീയ ദർശനം എന്താണ്? परमेश्वर का दर्शन क्या, स्वर्ग का दर्शन क्या है? നിങ്ങൾക്ക് എത്ര പേർക്ക് സ്വർഗീയ ദർശനം ഉണ്ടായിട്ടുണ്ട്? आप में से कितने लोगों को स्वर्गीय दर्शन मिला है? നിങ്ങൾക്ക് എത്ര പേർക്ക് ദർശനം ഉണ്ടായിട്ടുണ്ട്? आप में से कितने लोगों को दर्शन मिला है? നിങ്ങൾക്കൊരു ദർശനം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഫലപ്രദമായ ഒരു വേല ഉണ്ടാകത്തുള്ളൂ. जब आपको एक दर्शन मिलेगा तब भी आप एक फलदायक सेवा कर सकेंगे। നിങ്ങൾക്കൊരു ദേശത്തേക്ക് പോകണമെങ്കിൽ ഒരു ദർശനം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. अगर आपको एक देश में जाना है तो परमेश्वर के तौर से आपको दर्शन मिलना അത് है। ദർശനമെന്നോ സ്വപ്നമെന്നോ നടത്തിപ്പെന്നോ ദൈവവിളിയെന്നോ ദൈവപ്രകാശമെന്നോ പല വാക്കുകൾ അതിന് ഉപയോഗിക്കാം. उसके लिए परमेश्वर का अगुवाई, दर्शन मिला, स्वप्न मिला, परमेश्वर की आत्मा बोला, ऐसा बता सकते हैं। കർത്താവ് എന്നോട് സംസാരിച്ചു എന്ന് ചിലർ പറയും. कुछ लोग बोलते हैं प्रभु ने मेरे से बात किया है। ദൈവം എനിക്ക് ഒരു ദർശനം തന്നെന്ന് ചിലർ പറയും. कुछ लोग बोलेंगे परमेश्वर ने मुझे एक दर्शन दिया ദൈവം है। എനിക്കൊരു വെളിപ്പാട് തന്നെന്ന് ചിലർ कुछ പറയും. लोग प्रभु ने मुझे एक मुखाशिफा दिया। ദൈവ സ്വപ്നത്തിൽ കൂടെ ഇടപെടും. परमेश्वर कभी स्वप्न से हमसे बात करता है। എങ്ങനെയായാലും നിങ്ങൾ പ്രയോജനമുള്ള ഒരു വേലക്കാരനായി തീരണമെങ്കിൽ ഒരു ദൈവ ശബ്ദം, ഒരു ദൈവ അതേ ദർശനം നിങ്ങൾക്ക് ആവശ്യമാണ്. ये कैसा भी हो, आप परमेश्वर के फलदायक सेवक बनना है तो दर्शन मिलना बहुत जरूरी है। നിങ്ങൾക്ക് ദർശനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഗ്നി സമാനമുള്ള പ്രതികൂലങ്ങളിലൂടെ ആയിരിക്കും യാത്ര തുടങ്ങുന്നത്. जब आपको दर्शन मिल गया तो आपको बहुत तरह मुसीबत, आग जैसा मुसीबतों के बीच में आपको सफर करना होगा। വേദപുസ്തകം വായിച്ചാൽ യോസേപ്പിന്റെ സ്വപ്നങ്ങളെയും അഥവാ ദർശനങ്ങളെയും കുറിച്ച് പഠിക്കാം. हम परमेश्वर का वचन पढ़ते समय में यूसुफ को मिला हुआ स्वप्न और दर्शन के बारे में पढ़ते हैं। അപ്പന്റെ പ്രിയ മകനായിരുന്നു. वो पापा का अपना बाप का प्यारा बेटा അപ്പൻ था। സ്നേഹിച്ച പുള്ളിയുടുപ്പ് കൊടുത്തവനാണ്. अपना बाप प्यार करते उनका अच्छा कपड़ा दिया था। ഒരു ദിവസം ഒരു സ്വപ്നമുണ്ടായി. एक दिन उनको एक दर्शन मिला। അതേ സഹോദരന്മാരോട് പറഞ്ഞു, उन्होंने भाइयों को बोला, വയലിലെ കറ്റയൊക്കെ എഴുന്നേറ്റ് നിന്ന് അവന്റെ കറ്റയെ നമസ്കരിക്കുന്നു. 11 കറ്റ. खेत का सारे शालीन 11 खड़ा होकर उनको सिजदा किया है। അപ്പൊ സഹോദരന്മാർ അവനെ പരിഹസിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമോ, രാജാവാകുമോ? अब भाई लोग उनको बोला, क्या आपने हमारे ऊपर हुकूमत करेंगे? അടുത്ത ദിവസം ഒരു ദർശനമുണ്ടായി. दूसरा दिन और एक दर्शन मिला। അത് ഭൂമിയിൽ നിന്ന് ഉന്നതങ്ങളിലെത്തി. अब पृथ्वी से ऊंचे जगह में पहुंच गए। സൂര്യനും ചന്ദ്രനും सूरज और चंद्रमा 11 നക്ഷത്രങ്ങളും 11 सितारे തന്നെ നമസ്കരിക്കുന്ന ഒരു കാഴ്ച. उनका सिजदा कर रहा है। അപ്പനോടത് പറഞ്ഞു. उन्होंने बाप को बताया। അപ്പൻ പറഞ്ഞു, മിണ്ടാതിരിക്കടാ, ഇത് വെളിയിൽ ആരോടും പറയല്ലെന്ന്. बाप ने बोला, चुप करो, बाहर किसी को नहीं बताना। നിന്റെ ദർശനത്തിന് നിന്റെ അപ്പനോ അമ്മയോ സഹോദരന്മാരോ നിന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിക്കരുത്. आपको जब दर्शन मिलता है उस दर्शन को आपको आगे बढ़ाने के लिए माँ बाप और भाई बहन आपका मदद करेंगे करके कभी नहीं सोचना। ദർശനം ഈ ലോകത്തിലെ യൂണിവേഴ്സിറ്റി കൂടെ ലഭിക്കുന്നതല്ല. दर्शन ही इस दुनिया के यूनिवर्सिटी से नहीं मिलता है। ജ്ഞാനം ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ज्ञान इस संसार से मिलता है। ദർശനം സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. दर्शन स्वर्ग से मिलता है। ജ്ഞാനത്തിന് പര്യവസാനം ഉണ്ടാകും. ज्ञान खत्म हो सकता है, ദർശനത്തിന് പര്യവസാനം ഉണ്ടാകത്തില്ല, അത് നിവർത്തിക്കും. दर्शन कभी खत्म नहीं होगा बल्कि वो पूरा होगा। നിനക്കൊരു ദർശനം തന്നാൽ അത് നടത്തുവാൻ ദൈവം നിന്റെ കൂടെയുണ്ട്. अगर आपको प्रभु ने एक दर्शन दिया उसको पूरा करने के लिए परमेश्वर आपके साथ ആ है। ദർശനം നിന്നെ കൊണ്ട് നിവർത്തിക്കുന്നത് വരെ ദൈവം പുറകോട്ട് മാറുന്നവനല്ല. जब तक परमेश्वर वो दर्शन आपसे द्वारा पूरा नहीं करेगा तब तक प्रभु आपको छोड़कर पीछे नहीं जाएगा। ആമേൻ. സുവിശേഷത്തിന് വേണ്ടി ഈ വയലിൽ നിൽക്കുന്ന ദൈവമക്കളെ, ദർശനം തന്നവൻ നിങ്ങളെ കൊണ്ട് നിവർത്തിപ്പാൻ മതിയായവനാണ്. मेरे प्यारों, जिस परमेश्वर ने आपको दर्शन दिया आपके द्वारा उसको पूरा करने के लिए परमेश्वर के पास पूरा ताकत है। പട്ടാളമോ ഗവൺമെന്റുകളോ ഏത് ശക്തികളോ പോരാടിയാലും ദർശനം നിവർത്തിപ്പാൻ ദൈവം കൂടെയുണ്ട്. चाहे फौज या सरकार कोई आपके खिलाफ लड़े फिर भी आपको दिया हुआ दर्शन को पूरा करने के लिए परमेश्वर आपके साथ है। എന്ന് നിനക്ക് ദർശനമുണ്ടായോ അന്ന് മുതൽ ഉപദ്രവവും കഷ്ടവുമായിരിക്കും. जिस दिन आपको दर्शन मिला उस दिन से आपको मुसीबत और कष्ट बढ़ता നിങ്ങൾ जाएगा। വിശ്വസിക്കുന്നു ദർശനത്തിന് ഭൂമാലയല്ല ഇവിടെ കിട്ടുന്നത്. आपको मिला हुआ दर्शन के लिए इधर में आदर का कोई हार नहीं मिलेगा, ഇവിടുത്തെ കിരീടമല്ല കിട്ടുന്നത്. इधर का मुकुट आपको नहीं मिलेगा, ഇവിടെ ലഭിക്കുന്നത് മുൾക്കിരീടവും കുരിശുമാണ്. इधर में आपको कांडों का मुकुट और Praise the सलीब Lord. मिलेगा। എന്നാൽ നിവർത്തിക്കുന്നവൻ ദൈവമാണ്. लेकिन आपका दर्शन को पूरा करने वाला परमेश्वर है। യോസഫ് മുമ്പോട്ട് പോയി. യോസഫ് आगे बढ़ता गया। അതെ, തന്റെ സഹോദരന്മാരെ അതേ സ്നേഹത്തിൽ അന്വേഷിച്ചു പോയവനാണ്. अपना भाइयों को प्यार से ढूंढ के गया हुआ है। അവർ അവനെ പൊട്ടക്കണ്ടിലിട്ടു. उन लोग उनको सूखा गड्ढे में डाला, അവരവനെ നിന്ദിച്ചു പരിഹസിച്ചു. उन लोग उनको निंदा करके बहुत बदनाम किया, ചിലരവനെ കൊല്ലാൻ തുടങ്ങി. कुछ लोग उनको मार डालना चाहा। എന്നാൽ അവനെ
പൈസയും ഈ കച്ചവടക്കാർക്ക് ഒടുവിൽ അവർ ചില്ലറ കാശിന് വിറ്റു. आखिरी में उनको थोड़ा सा पैसा में अपना भाई को मिस्री लोगों को बेच दिया. ആ യോസേപ്പിനെ വേണ്ടി ചില്ലറ കൊണ്ട് അവർ കാപ്പി കുടിച്ചു കാണും. और जोसेफ का जो बेचा हुआ पैसा से उन लोग कुछ खाया पिया होगा. അവൻ പൊത്തിഫേറിന്റെ വീട്ടിൽ ചെന്നു. उन्होंने फतीफेर का घर में पहुंच गया. അവൻ വീടിന്റെ അധിപതിയായി. उन्होंने घर का मालिक बन गया. ഒരു സ്ത്രീയുടെ ആവേശം കൊണ്ട് അവൻ പിടിക്കപ്പെടുവാൻ അവൻ ഒരു കുറ്റക്കാരനായി ജയിലിലേക്ക് അയക്കപ്പെട്ടു. एक स्त्री का अंदर का इच्छा के कारण उनको गुनहगार ठहराकर जेल में जाना पड़ा. അവൻ ഉടുത്ത തുണി പോലും അവനെതിരെ സാക്ഷി നിന്നു. उन्होंने जो कपड़ा पहना वो कपड़ा उनके खिलाफ गवाह बन गया. ജാമ്യമില്ല തടവിലാണ് അവൻ പരദേശിയായി പോയി വീണത്. जुर्माने के बिना उन्होंने जेल खाने में पड़ा हुआ है. അവന്റെ കൈകൾ കാലുകൾ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടു, ആമത്തിലിട്ടു. उनका हाथ पांव जंजीरों से बांध कर डाला हुआ है. വിശുദ്ധിക്ക് വേണ്ടി നിന്നവനെ അവർ തകർത്ത് തരിപ്പണമാക്കുവാൻ ആ സ്ഥലത്തെ കൊണ്ടുപോയി. पवित्रताई के लिए खड़ा होने वालों को तोड़कर बांधकर बर्बाद करने के लिए उन लोग उस जगह में ले गया. എന്നാൽ അതൊക്കെ ദൈവവചനം നിവൃത്തിയാകുവാൻ അവന് സംഭവിച്ചതാണ്. लेकिन वो परमेश्वर का वचन पूरा होने के लिए ये बातें उनको हुआ है. 105 സങ്കീർത്തനം 18 വാക്യം മുതൽ എന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. भजन संहिता 105 उसका 18वां आयत से उसके बारे में विवरण दिया हुआ है. ദൈവവചനം നിവർത്തിക്കേണ്ടതിന് അവന്റെ കൈകാലുകൾ ഇരുമ്പ് ചങ്ങലകളാൽ കുടുങ്ങിപ്പോയെന്നാണ്. परमेश्वर का वचन को पूरा होने के लिए उनका हाथ पांव जंजीरों में आया है. നിന്നിൽ ദൈവദർശനം നിവർത്തിയാകേണ്ടതിന് നിന്റെ കൈകാലുകൾ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങിക്കൂടാ എന്നില്ല. आपके लिए परमेश्वर दिया हुआ दर्शन पूरा होने के लिए हो सकता है आपका हाथ पांव जंजीरों में बांधा हुआ हालत में യാതികടയിൽ ആവപ്പെടുകയോ നീ ജയിലിലാകുകയോ ചെയ്തുകൂടാ എന്നില്ല. അവിടെ കൂടെയാണ് ദർശനത്തിലെ പൂർത്തീകരണം നിന്നിൽ വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. लोगों के बीच में आया, जेल में पड़ा और मुसीबतों में पड़ा. ऐसा मुसीबतों के बीच में चलते हुए दर्शन पूरा होता है. ആമേൻ. ആ ദർശനമാണ് അവരെ നിവൃത്തിയിലേക്ക് കൊണ്ടുവന്നത്. वो दर्शन उनको पूरा होने तक आगे लेके आया. കാരാഗ്രഹം കഷ്ടതയുടെ അതേ ഇരിപ്പിടമാണ്. जेल खाना सारे मुसीबत का जगह है. അവൻ കാരാഗ്രഹത്തിൽ കിടന്നു. उन्होंने जेल खाने में पड़ा रहा. അവന്റെ ബാഹ്യകാര്യങ്ങളൊക്കെ അവൻ ഒത്തിരി നഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നു. उनके शरीर के तौर पर उनको बहुत तरह मुसीबतों का सामना करना അവന്റെ पड़ा. ആത്മീകൻ ജയിലിൽ കുറഞ്ഞു പോയില്ല. लेकिन उनका रूहानी हालत, आत्मिक हालत जेल में खटा नहीं. നിന്റെ കഷ്ടതയിൽ നിന്ന് ദർശനം നഷ്ടപ്പെടല്ല, ഇരട്ടിയായി കത്തിജ്വലിക്കണം. जब आप कष्ट में आता है, परेशानी में आता है, आपका दर्शन घटता नहीं बल्कि बढ़ता है और जलता है. എന്താ സംഭവിച്ചത്? क्या हुआ? അവന് ദർശനപരമേ ഉള്ളായിരുന്നു ജയിലിൽ ചെന്നപ്പോൾ. उनको जब जेल में गया सिर्फ दर्शन ही मालूम था. എന്നാൽ അവിടെ രണ്ടുപേർ സ്വപ്നം കണ്ടു. उधर में दो लोग स्वप्न देखा. അത് പാനപാത്രവാഹകനും അപ്പക്കാരുടെ പ്രമാണിയുമാണത്. उनको प्याला उठाने वाला और रोटी लेने वाला दोनों को मिला. അപ്പക്കാരുടെ പ്രമാണിയോട് അവൻ സ്വപ്നം കണ്ടത് വ്യാഖ്യാനിച്ചു കൊടുത്തു. നീ അത് നിന്നെ രാജാവ് കൊല്ലും. रोटी देने वाले को उन्होंने उनको दर्शन दिया, राजा तुमको मार डालेगा. പാനപാത്രവാഹകരോട് പറഞ്ഞു, നിന്റെ സ്ഥാനത്തേക്ക് നീ മടങ്ങിപ്പോയി, നിന്റെ ജോലി നിനക്ക് ലഭിക്കും. प्याले के रखवाली करने वाले को बोला तुमको वापस ले जाकर तुम्हारा उसी काम में दोबारा लगाएगा. ദർശനം നഷ്ടപ്പെടുത്താതിരുന്നാൽ കാരാഗ്രഹത്തിൽ ദർശനം കൃപാപരം ഇരട്ടിച്ചു വരും നിനക്ക്. अगर आपका दर्शन आप छोड़ेगा नहीं तो जब आप जेल खाने में आते वक्त आपका दर्शन बढ़ता जाएगा और उसके साथ वरदान भी मिलता जाएगा. प्रभु का धन्यवाद हो. കഷ്ടതയുടെ കഠിന ശോധന കാരാഗ്രഹത്തിലുണ്ട്, കൃപാപരങ്ങളുടെ പെരുപ്പവും കാരാഗ്രഹത്തിലുണ്ട്. कष्ट का बड़ा शोर आपको जेल खाने में मिलेगा, उसके साथ साथ प्रभु का वरदान भी आपको मिलेगा. വിളിച്ച ദൈവം ദർശനം തന്നവൻ നിന്റെ കൂടെയുണ്ട്. യഹോവ അത് യോസേപ്പിന്റെ കൂടെ ഇരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. जिस परमेश्वर ने आपको दर्शन दिया, जिस परमेश्वर ने आपको बुलाया, वो യോസേഫ് के साथ साथ रहा. എന്താ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന അടുത്ത വാക്ക്? परमेश्वर के वचन में लिखा हुआ दूसरा वचन क्या? ഒരു ദർശനമാണ് നിന്നെ കഷ്ടതയ്ക്ക് അവകാശിയാക്കിയതെങ്കിൽ दर्शन के द्वारा आप कष्ट के रास्ते में जाना पड़ा. അല്ല യോസേപ്പേ, നിന്റെ സ്വപ്നമാണ് ഇതിലൊക്കെ കാരണമായതെങ്കിൽ, യോസേഫ് तुम्हारा स्वप्न तुमको इस मुसीबत में लेके आया तो നിന്റെ വിടുതലിന് ഒരു സ്വപ്നമാണ് കാരണമായി ദൈവം അയച്ചത്. आपका छुटकारे के लिए एक स्वप्न प्रभु भेजने जा रहा है. നിന്റെ സ്വപ്നം നിന്നെ ബന്ധനത്തിലാക്കിയെങ്കിൽ, आपका स्वप्न आपको बंधुआई में लेके आया. രാജാവിന്റെ സ്വപ്നം നിന്നെ ബന്ധനമഴിച്ച് സ്വാതന്ത്ര്യമാക്കുകയാണ്. राजा का स्वप्न आपको बंधकाने से छुड़ाकर आजाद करेगा. हालेलुया. Praise the Lord. प्रभु का धन्यवाद हो. Praise the Lord. प्रभु का. നിന്റെ കഷ്ടതയ്ക്ക് കാരണം ഒരു സ്വപ്നമാണ് ദർശനമെങ്കിൽ, നിന്റെ വിടുതലിന് കാരണം ഒരു സ്വപ്നവും ദർശനമാണ്. आपका दुख का, कष्ट का
कारण एक स्वप्न है तो Praise the Lord. आपका छुटकारे के लिए भी एक राजा के द्वारा स्वप्न Praise the आएगा। Lord. आप खुशी मनाते हुए छुटकारा पाते हुए जाएंगे। വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ये विश्वास करने वाला प्रभु का धन्यवाद करे Praise the Lord. ദൈവത്തെ സ്തുതിച്ചാട്ട്. और थोड़ी देर प्रभु का स्तुति करे। Praise the Lord. हालेलुया। സഹോദരിമാർക്ക് സ്തുതിക്കാം. बहन लोग भी स्तुति कर सकता है। Praise the Lord. നിങ്ങൾക്ക് സ്തുതിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട്. बहन लोगों को भी स्तुति करने का आजादी है। രാജാവ് ഇങ്ങനെ കൽപ്പിച്ചു. राजा ऐसा बोला है, അതെ, യോസേപ്പിനെ വേഗം ഇവിടെ കൊണ്ടുവരിക. യോസഫ് को जल्दी लेके आओ। രാജാവ് കണ്ട സ്വപ്നത്തിന് മറുപടി പറയുവാൻ രാജ്യത്ത് ആരുമില്ലാതെ വന്നു. राजा का स्वप्न का जवाब देने लिए राज्य कोई नहीं है। അപ്പോൾ ഒരു സ്വപ്ന വ്യാഖ്യാനം അവിടെ ഉണ്ടെന്ന് ബാലപാത്രവാഹകൻ പറയുണ്ടായി. उस वक्त एक आदमी बताया, स्वप्न का अर्थ बताने वाला इधर है। ജാമ്യക്കാരും വേണ്ട, ഫോർമാലിറ്റിയും വേണ്ട, യാതൊന്നും വേണ്ട, യോസേപ്പിനെ കൊണ്ടുവരിക എന്നൊരു കൽപ്പന മാത്രം. ओ या उधर में गवाही देने के लिए कोई नहीं चाहिए, यूसुफ को जल्दी ले आओ करके आज्ञा है। അവന്റെ കാരാഗ്രഹ വസ്ത്രം മാറി. उनका जेल खाने का कपड़ा बदल गया। അവനെ രാജവസ്ത്രം ധരിപ്പിച്ചു. और राजा का कपड़ा पहनाया। രാജാവിന് മുമ്പിൽ വന്നു. राजा का सामने आया। രാജാവ് കണ്ട സ്വപ്നവും അതിന്റെ അർത്ഥവും വ്യാഖ്യാനിച്ചു കൊടുത്തു. राजा देखा हुआ स्वप्न, उसका अर्थ को उन्होंने बता दिया। രാജാവ് അത് കേട്ട് ചെന്തുവാ പറഞ്ഞേ. राजा सुनकर क्या बोला? ഒരുപാട് മന്ത്രവാദികളെ പറഞ്ഞു വിട്ടു. वो बहुत तेरा जादूगरों को भेजा। ഒരുപാട് കബഡിക്കാരെ പറഞ്ഞു വിട്ടു. बहुत तेरा जादू दे टोना खाने वालों को ശുദ്രക്കാരെ भेजा। പറഞ്ഞു വിട്ടു. बहुत तेरा ठोने वालों को भेज दिया। അവർക്കാർക്കും ഇത് അറിഞ്ഞുകൂടാ. उनको किसी को ये बात मालूम नहीं। എന്നാൽ യോസേപ്പ് വന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഉണ്ടായത് പ്രതികരണം? യോസഫ് आकर बोलते वक्त में क्या हुआ? രാജാവ് ഇങ്ങനെ പറഞ്ഞു. राजा ऐसा बोला है, ദൈവത്തിന്റെ ആത്മാവുള്ള ഇവനെ പോലെ ഒരു നമ്മുടെ മിസ്രയീം സാമ്രാജ്യത്തില്ല. परमेश्वर की आत्मा पाए हुआ इस व्यक्ति के समान और कोई मिस्र में नहीं है। IAS-കാരും PhD-കാരും ഡിഗ്രിക്കാരും മന്ത്രിമാരും അവിടെ ഉള്ളു. പക്ഷേ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരുവൻ അവിടെ ഇല്ല. IAS पाया हुआ, बड़ा डिग्री लिया हुआ, बड़ा मंत्री लोग, Praise the Lord. बड़े बड़े लोग हैं, लेकिन परमेश्वर की आत्मा पाया हुआ लोग कोई नहीं है। നിനക്ക് ലോകത്തിന്റെ ഒരു PhD-യും വേണ്ട, ഒരു ജ്ഞാനവും വേണ്ട. ദൈവത്തിന്റെ ആത്മാവുള്ള സർവ്വജ്ഞാനത്തെയും കവർ ചെയ്യുന്നതാണ്. आपको PhD और DD और बहुत सारा डिग्री Praise the का Lord. जरूरत नहीं। अगर परमेश्वर की आत्मा Praise the आपके Lord. साथ है तो सारे ज्ञान आपको मिलता है। സകല ഡിഗ്രിക്കാരെ കൊമ്പ് കുത്തി താഴെ കൊണ്ടുവരുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. सारे डिग्री वालों को नीचे करके ऊपर उठाने वाला है परमेश्वर की आत्मा का अगुवाई। Praise the Lord. प्रभु का धन्यवाद। ദൈവത്തിന്റെ ആത്മാവിന് നിനക്ക് ലഭിച്ചെങ്കിൽ എല്ലാറ്റിലും മികച്ച ശക്തി ദൈവാത്മാവാണ്. परमेश्वर की आत्मा आपको मिला है तो सारे ताकत शक्तियों से बड़ा शक्ति आपको मिल गया है। മിസ്രയീമിന്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കാണ് ദൈവത്തിന്റെ ആത്മാവ്. मिस्र का डिक्शनरी में जो शब्द नहीं है वो शब्द आत्मा में होता है। അത് ഫറവോന്റെ വായിൽ കൊടുത്തതിന്റെ ദൈവമാണ്. वो फरोह का मन में परमेश्वर ने दिया है। യോസേപ്പിനെ വിശേഷിപ്പിച്ചത് ദൈവാത്മാവാണ്. यूसुफ को ऊंचा स्थान परमेश्वर की आत्मा ने दिया है। അവന് ദർശനം കൊടുത്തത് ദൈവാത്മാവാണ്. उनको दर्शन दिया पवित्र അവന് आत्मा है। സ്വപ്നം കൊടുത്ത ദൈവാത്മാവാണ്. उनका स्वप्न पर परमेश्वर की आत्मा दिया। കഷ്ടതയിൽ ജയിച്ചത് ദൈവാത്മാവിലാണ്. वो कष्ट के ऊपर जय कौन सा आत्मा में पाया? അതെ, പോത്തിഫേരുടെ ഭാര്യയുടെ മുമ്പിൽ ജയിച്ചത് ദൈവാത്മാവിലാണ്. पोतीफेर का पत्नी के सामने जय पाया परमेश्वर की आत्मा के ആ द्वारा। കാരാഗ്രഹത്തിൽ ഇരട്ടി കൃപാവരം കിട്ടിയത് ദൈവാത്മാവിലാണ്. बंदीखाने में 2 गुना आत्मा का बल मिला परमेश्वर की आत्मा के द्वारा। ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചത് ദൈവാത്മാവിലാണ്. फरोह का स्वप्न को उसका अर्थ बताना परमेश्वर की आत्मा से। നിനക്ക് ദൈവാത്മാവിനെ കൊണ്ട് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാമോ? आपको परमेश्वर की आत्मा के द्वारा क्या क्या आशीष मिलेगा आपको मालूम है? ദൈവാത്മാവില്ലാത്തവന്റെ വേല പരാജയപ്പെടും, ദൈവാത്മാവുള്ളവന്റെ വേല അനുഗ്രഹിക്കപ്പെടും. जिसके ऊपर परमेश्वर की आत्मा नहीं है वो Praise the हरता Lord. जाएगा, लेकिन जिसके ऊपर Praise the परमेश्वर की Lord. आत्मा है बढ़ता जाएगा। Praise the Lord. Hallelujah. हालेलुया। ദൈവത്തിന്റെ ആത്മാവിൽ യോസേപ്പ് ഫറവോനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഫലപ്രദമായി നിവർത്തിച്ചു. ऐसा परमेश्वर की आत्मा के द्वारा यूसुफ ने जो कुछ बोला वो सब उधर पूरा हुआ। അടുത്ത ഫറവോൻ എന്തുവാ പറഞ്ഞത് യോസേപ്പിനോട്? और आखिरी में फरो यूसुफ को क्या बताया? സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടാത്തവനോ കുറിച്ച് പറഞ്ഞു, നീ എന്റെ കുടുംബത്തിനെല്ലാം അധിപതിയാകോ. जो अपना खानदान के लिए ना चाहिए करके बोला हुआ आदमी उस सारे घर का रखवाला बन നീ गया। മിസ്രയീമിന് അധിപതിയാകും. तुम मिस्र में का अधिपति बनेगा। നീ എന്റെ രാജ്യത്തിലെ സർവാധിപതിയായി വാഴും. तुम मेरे राज्य का सर्वाधिपति होकर राज्य അതെ, करेगा। എന്റെ ഭണ്ഡാരത്തിന് അവകാശിയാകും. मेरे सारे भंडार का तू हकदार बनेगा। നീ എന്റെ ഭവനത്തിലെ കർത്താവാകും. तुम मेरे घर का सब कार्य करने वाला कर्ता बनेगा। സ്വന്തം വീട്ടുകാർക്ക് വേണ്ടാത്തവനാണ്.
अपने घर को करके लोगों को उनका जरूरत नहीं है, സഹോദരന്മാർക്കും വേണ്ട, उनका भाइयों को उनका जरूरत नहीं है, അവർക്ക് 10-12 പേർക്ക് അവനെ വേണ്ട. उनका 10-12 भाइयों को उनका जरूरत नहीं है. എന്നാൽ ഫറവോൻ പറയാണ്, നീ എന്റെ രാജ്യത്തിന്റെ സർവാധിപതിയാണ്. लेकिन फरो उनके बारे में करते, तू मेरे घर के लिए सर्वाधिपति है. ഒരു കുടുംബം നിന്നെ നിരാകരിച്ചാൽ 10,000 കുടുംബങ്ങൾ നിന്നെ ആലിംഗനം ചെയ്യുമെന്നുള്ള കാര്യം നീ മറക്കരുത്. अगर एक घर के Praise लोग the आपको Lord. इनकार किया तो Praise the Lord. हजारों घर के लोग आपको Amen. स्वागत करने के लिए, स्वीकार करने के लिए तैयार हैं. സ്തോത്ര കാഴ്ചയ്ക്ക് കാശില്ലാത്തവരായി നീ മാറിയാൽ അതേ ഭണ്ഡാരം നിന്റെ കയ്യിൽ വരുമെന്നുള്ള കാര്യം മറക്കരുത്. कभी आपके पास चंदा डालने के लिए पैसा नहीं है तो प्रभु के समय में पूरा भंडार आपके हाथ में. Praise the Lord. प्रभु का धन्यवाद. ദൈവം നിന്നെ പ്രസാദിച്ചാൽ നിനക്ക് എന്ത് കിട്ടുമെന്ന് ഒരു മനുഷ്യന് പറയാൻ ഒക്കത്തില്ല. आपको प्रभु आपको खुश हो गया तो आपको क्या मिलेगा करके दुनिया कुछ नहीं बोल सकती. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരായി തീരുമെന്ന് പറയുവാൻ ആർക്കും ഇവിടെ കഴിയുകയില്ല. इधर में बैठा हुआ आप लोग क्या बनेंगे करके कोई कुछ नहीं बोल सकता. അങ്ങനെ ഫറവോൻ പറഞ്ഞു, നീ എന്റെ രാജ്യത്തിന് അധിപതിയായി തീരുക. फरो ने बोला, तू मेरे राज्य का अधिपति होगा. അങ്ങനെ ഫറവോൻ പറഞ്ഞു വിടുകയല്ല, പരിപാടിയിലേക്ക് നീങ്ങി. ऐसा फरो सिर्फ बोलकर भेज नहीं रहा है, बल्कि वो काम करवाने जा रहा है. ഒരു ഫറവോൻ മരിച്ചെങ്കിലേ അവന്റെ അധികാരമുദ്രയാകുന്ന മോതിരം കയ്യെ നൂരാൻ സാധിക്കത്തുള്ളൂ. अगर एक फरो मरने से ही उनका अंगुली में डाला हुआ अंगूठी निकाल सकता है. ആ മുദ്രാമോതിരം ഫറവോന്യ കുടുംബത്തിന്റെ അവകാശ മുദ്രയാണ്. वो अंगूठी फरो का सारे घराने का और राज्य का अधिकार का अंगूठी है. അവന്റെ കയ്യിൽ മോതിരം ഊരി യോസേപ്പിന്റെ കയ്യിലോട്ട് ഫറവോനിട്ടു. उन्होंने अपने अंगूठी से अपने अंगुली से अंगूठी उतार कर उनकी अंगूठी में डाल दिया. അവനൊരു സ്വർണ്ണ സരപ്പളി കൊടുത്തു. उनको सोने का एक अच्छा चमकदार वस्त्र दे അവന് दिया. നേർമയുള്ള ഒരു വസ്ത്രം കൊടുത്തു. उनको बहुत मलमल कपड़ा पहनाया. നിങ്ങൾക്ക് മനസ്സിലായോ? आपको मालूम हुआ? നഷ്ടപ്പെട്ടതൊരു പഴഞ്ചനുടുപ്പാണ്. उनको जो उनका नुकसान हुआ, उनका बाप ने बना कर दिया हुआ वो अलग अलग रंग का कपड़ा था. ദർശന നിമിത്തം നഷ്ടപ്പെട്ടതൊരു പഴഞ്ചനുടുപ്പാണ്. और दर्शन के द्वारा जो खोया गया है वो बाप ने बना कर दिया हुआ एक कपड़ा है. കിട്ടുന്നത് ലോകത്തിൽ കിട്ടിയതിലേക്കും വലിയ വസ്ത്രമാണ്. लेकिन जो मिलता है दुनिया में जो पा सकता है उसे सबसे ज्यादा मिला है. ലോകത്തിന് തരുന്ന ഒന്ന് കഴിയുന്നതിലേക്ക് ഏറ്റവും വലുതാണ് രാജ്യമുദ്രയുടെ മുദ്രാമോതിരം. दुनिया के लोगों को में सबसे ज्यादा देने वाला है, ऊंचा है राजा का अधिकार का अंगूठी. ചെറിയ നഷ്ടം വലിയ കൊള്ള ലാഭത്തിനിടയാക്കിയെന്ന് മനസ്സിലാക്കിക്കാട്ടെ. थोड़ा सा नुकसान बहुत तेरा आशीष का फल का कारण बन गया. അതെ, ഫറവോന്റെ രണ്ടാം രഥത്തിലേക്ക് യോസേഫിനെ കയറ്റാൻ ഉത്തരവായി. फारो का दूसरा रथ में यूसुफ को चढ़ाने के लिए आज्ञा हुआ. മന്ത്രിമാരോടും വിഐപികളോടും ഫറവോൻ കൽപ്പിച്ചു, അവന്റെ മുമ്പിൽ മുട്ടുകുത്താൻ പറഞ്ഞു. उनका मंत्री और बड़े बड़े लोगों को बोला, यूसुफ के सामने घुटना टेको. മുട്ടുകുത്തുവേൻ അവരുടെ മുമ്പിൽ മുട്ടുകുത്തുവേൻ. घुटना टेको यूसुफ के सामने घुटना टेको. ഇതെന്തിനാ സംഭവിച്ചത്? ये क्यों हुआ है? അറിയാത്തടത്ത് വേണ്ടാത്തടത്ത് പലയിടത്തും ഈ യോസേഫിനെ മുട്ടുകുത്തിച്ചതാണ് പലര്. यूसुफ को अनजाने जगह में बहुत तेरा लोग घुटना टिकवाया है. ആമേൻ. സകല മകാന്മാരുടെയും മുട്ട് അവിടെ മടക്കി. उधर में यूसुफ के सामने सारे बड़े लोगों का घुटना टिकवाया. Praise the Lord. എന്നാണ് സകല മുടങ്കാലും എല്ലാം അടങ്ങുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. इसलिए प्रभु ने बोला सब लोग का घुटना प्रभु के सामने ठुक जाएगा. അത് ക്രിസ്തുവിൽ നിവർത്തിക്കേണ്ടതാണ്. ഇത് നിഴലായി സംഭവിച്ചതുമാണ്. वो प्रभु यीशु में पूरा होना है, यूसुफ के जीवन में हुआ है. ദൈവദർശനം തന്നിറങ്ങിയ സഹോദരി സഹോദരന്മാരെ, प्रभु का दर्शन पाकर निकला हुआ भारे मेरे प्यारे भाइयों നിങ്ങൾ बहनों, യാദൃച്ഛികമാണെന്ന് വിചാരിക്കരുത്. ये सब अचानक हुआ करके नहीं सोचना. നിങ്ങൾക്ക് ദൈവം ദർശനം തന്നു. നിങ്ങൾ ഈ വേലയിലേക്ക് ഇറങ്ങി നിങ്ങൾ ക്ഷീണിച്ച് തളർന്നു പോകല്ല. ദർശനം തന്ന ദൈവം നിന്നെ കൊണ്ട് നിവർത്തിപ്പിക്കാതെ നീ പിന്മാറാതെ നിന്നാൽ ആ ദർശനം നിവർത്തിച്ച് അവൻ മാറുകയുള്ളൂ. परमेश्वर ने अपना दर्शन दे करके आपको इस सेवकाई में प्रभु ने लेके आया. आमीन. लेकिन परमेश्वर आपके साथ रहकर आपका दर्शन को पूरा करेगा. पूरा करने के बिना हो हटेगा नहीं. എനിക്ക് തന്ന ദർശനം എന്നെ കൊണ്ട് നിവർത്തിക്കുമെന്ന് യോസേപ്പിനെ കൊണ്ട് നിവർത്തിച്ച് നിങ്ങൾ കണ്ടല്ലോ. എന്നെ കൊണ്ട് നിവർത്തിക്കുന്ന വിശ്വാസമുള്ളവരുടെ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്താട്ടോ. यूसुफ को दिया हुआ दर्शन के अनुसार प्रभु ने पूरा किया. उसी मुताबिक प्रभु ने जो दर्शन मुझे दिया है मेरे द्वारा प्रभु वो पूरा करेगा करके जो लोग विश्वास करता है हाथ ऊपर करके प्रभु की स्तुति करें. Praise the Lord. Hallelujah. स्तुति
नहीं करे। ദർശനം നിവർത്തിപ്പാൻ ദൈവശക്തൻ. आपको दिया हुआ दर्शन को पूरा करने के लिए प्रभु आज भी मौजूद है। നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. आप विश्वास में मजबूत होकर रहना। അനവധി ഘട്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണ് നമ്മൾ. बहुत तेरे कष्टों के द्वारा परमेश्वर के राज्य में प्रवेश करना है। നമുക്ക് ഈ ലോകത്തിന്റെ കിരീടമല്ല ധനമല്ല വേണ്ടത്, കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണ്. हम इस दुनिया के मुकुट और आदर के पीछे चलने का नहीं, इस दुनिया में कष्ट और मुसीबत लेकर परमेश्वर के राज्य में प्रवेश करना। ലോകത്തിന്റെ മാനവും ധനവും നമ്മൾ നോക്കണ്ട, ദൈവദർശനം നോക്കിയാൽ മതി. इस दुनिया का आदर और महिमा हम देखना नहीं, परमेश्वर का उस हालत को हम देखना। എന്നാൽ ദൈവദർശനം നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയെയും ദൈവദർശനം നിന്ന ഒരു വ്യക്തിയെയും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. परमेश्वर के साथ में खड़ा हुआ दर्शन खोया हुआ एक आदमी और जिन्होंने दर्शन को पूरा किया, वो दोनों को आपके सामने लाने के लिए मैं चाहता हूं। ശ്രദ്ധിച്ച് കേൾക്കണം. आप लोग बड़े ध्यान से ഒരു सुने। പാഠം പോലെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സത്യമായ വചനത്തിന്റെ തെളിവുകളാണ്. आपको एक अच्छी तरह से पढ़ाने वाला सच्चा वचन का बात आपको बता रहा പഴയ हूं। നിയമത്തിൽ ഒരു ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗലുണ്ട്. पुराना नियम में बेन्यामीन कबीले का एक शाऊल है। പുതിയ നിയമത്തിൽ ഒരു ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗലുണ്ട്. नया नियम में बेन्यामीन कबीले का एक शाऊल है। അതാണ് നമ്മൾ ആദ്യത്തിൽ വായിച്ച വാക്യം. वो है हम पहले पढ़ा हुआ वचन। ഇതാ രണ്ടുപേരെ നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ വെക്കുന്നു. दोनों व्यक्तियों को आपके सामने रख रहा हूं। ആദ്യത്തെ വ്യക്തി സ്വർഗീയ ദർശനത്തിൽ അനുസരണക്കേട് കാണിച്ചവനാണ്. पहला शाऊल परमेश्वर के दिया हुआ दर्शन के खिलाफ काम किया हुआ। രണ്ടാമത്തെ വ്യക്തി സ്വർഗീയ ദർശനത്തിൽ നിന്നവനാണ്. दूसरा व्यक्ति परमेश्वर का दर्शन में खड़ा हुआ आदमी है। ആദ്യത്തെ വ്യക്തിയിലൂടെ പട്ടാളവും പരിവാരവും ജാതികളും സ്വജനവും ഉണ്ട്. पहले आदमी के साथ, पहले शाऊल के साथ में सारे राजा और उनका फौज और सब लोग हैं। രണ്ടാമത്തെ ശൗല് എല്ലാവരാലും കൈവിടപ്പെട്ടവനാണ്. लेकिन दूसरा शाऊल सबसे इनकार किया हुआ शाऊल ഇനി है। ഞാൻ അത് പാഠങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിത്തരാം. मैं उसके लिए कुछ बात आपको दिखाना चाहता हूं। 1 ശമൂവേൽ 9 അവസാന വാക്യം. पहला शामुएल 9 का आखिरी आयत। അത് ഒടുവിലത്തെ വാക്യമാണ്. पहला शामुएल 9 का आखिरी आयत पढ़े। पहला शामुएल 9 का आखिरी आयत पढ़े। 10:1 വായിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാമല്ലേ, ഞങ്ങൾ അങ്ങ് പറയാം. पढ़ो 9 का आखिरी। तब वे ऊंचे स्थान से उतरकर नगर में आए और उसने घर की छत पर शाऊल से बातें की. 10:1 വായിച്ചേക്കാം. 10 का पहला भी पढ़ेगा। तब शमूएल ने एक कुप्पी तेल लेकर उसके सिर पर उंडेला और उसे चूम कर कहा, क्या इसका कारण ये नहीं कि यहोवा ने अपने निज भाग के ऊपर प्रधान होने को तेरा अभिषेक किया है. മതി. ഇവിടെ 9 അവസാന വാക്യത്തില് ശൗലിനെ ശമൂവേൽ പറയുന്നു, ദാസനെ മുമ്പ് ഇവിടെ എനിക്ക് ഇതിനോട് ചില കാര്യം പറയാനുണ്ട്. इधर में 9 अध्याय के आखिरी पद में शाऊल को शामुएल कहता है, दास को आगे भेज दो, मुझे आपसे कुछ बात करनी है। തൈലപാത്രം എടുത്ത് അവിടെ ശൗലിനെ അഭിഷേകം ചെയ്തു. तो तेल लेकर उधर में उन्होंने उनको अभिषेक किया। അവൻ പരിശുദ്ധാത്മ പൂർണ്ണനായി. उन्होंने पवित्र आत्मा से भर गया। ശൗൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് പറയുമാറ് അവന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടു മുമ്പോട്ട് വന്നു. शाऊल भी नबियों के बीच में है करके बताने तक उतना उनके ऊपर आत्मा काम किया। വളരെ ചുരുക്കി പറയുകയാണ്, അങ്ങനെ അഭിഷക്തനായ ഒരു ശൗലിനെ കാണുവാൻ കഴിയുന്നു. उधर में हम देखते वक्त अभिषेक पाया हुआ एक शाऊल को हम देख रहे हैं। 13 വാക്യത്തില് 13 का पहला आयत में ശൗൽ 30 വയസ്സിൽ രാജാവായി 2 കൊല്ലം രാജാവായി എന്ന് കാണുന്നു. शाऊल 30वां उम्र में राजा बन गया, 2 साल राज्य किया। അതെ, നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാം. वो शायद आपको थोड़ा सा ശൗൽ 40 കൊല്ലം രാജാവായെന്നാണ് പ്രവൃത്തി പുസ്തകത്തിലും പഴയ നിയമത്തിലുമുള്ളത്. प्रकाश प्रेरितों का काम में शाऊल 40 साल राजा बनकर रहा करके आप पढ़ते हैं। ഇസ്രായേലിന്റെ ചരിത്രത്തിൽ 40 കൊല്ലമാണ്. इस्राएल का चरित्र इतिहास में 40 साल। എന്നാൽ 13:1 2 കൊല്ലം രാജാവെന്നാണ്. 13 का पहले आयत में 2 साल का राजा का। അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാം. उसका अर्थ मैं बताता हूं। ദൈവത്തിന്റെ അഭിഷേകത്തിനും ആലോചനയ്ക്കും പോയ 2 കൊല്ലമേ ഉള്ളൂ. परमेश्वर की आत्मा का अभिषेक में सिर्फ 2 साल ही बिताया। ഇസ്രായേലി കസേര കളിച്ച കൊല്ലമാണ് പിന്നത്തെ 38 കൊല്ലം. इस्राएल में बाकी 38 साल कुर्सी के लिए लड़ता रहा। ദൈവത്തിന്റെ പുസ്തകത്തിൽ അഭിഷേകത്തിൽ ജീവിച്ച കാലമേ ഉള്ളൂ. परमेश्वर के किताब में अभिषेक में लिया हुआ साल ही लिखता है। അഭിഷേകം വിട്ട കാലം അവിടെ കൗണ്ട് ചെയ്യുന്നില്ല. जिस समय में अभिषेक
अभिषेक छोड़ दिया है, वो बात उधर में लिखता नहीं है। 13-ാം അധ്യായത്തിൽ അവൻ ഇടത്തുകാൽ വെച്ചു പ്രമാണം വിട്ട് അവന്റെ സ്വന്തം വിവേകത്തിലേക്ക് അവൻ നീങ്ങി. 13 अध्याय में हम पढ़ते हैं उन्होंने अपना बाएं पांव रखकर आप परमेश्वर का मर्जी छोड़कर अपना मर्जी में चलना शुरू അടുത്ത किया। 15-ാം അധ്യായത്തിലേക്ക് ഇവനെ കാണുന്നു. 15 अध्याय में हम देखता है ദൈവം കൽപ്പിച്ച് ഒരു പ്രമാണവുമായി അവനെ അമാലേക്യരുടെ അടുത്ത് അയക്കുകയാണ്. परमेश्वर आज्ञा देखते हुए अमालेकियों के पास भेज रहा है। അമാലേക്യരുടെ വസ്തുക്കളെ, ജീവികളെ, മൃഗങ്ങളെ ശപഥാർപ്പിത വസ്തുക്കളായി എണ്ണണം. अमालेकियों के सारे चीजों को श्रापित करके गिनना है, വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കളയണം. उनका तलवार से उनको खत्म करना है। ഇത് തലമുറകളായി ദൈവം നിർണയിച്ച കാര്യത്തിന് നിവർത്തിക്ക് വേണ്ടി അവനെ ദൈവം പറഞ്ഞു വിട്ടതാണ്. बाप दादों के समय से परमेश्वर पीढ़ी पीढ़ी से बोला हुआ बात को पूरा करने के लिए शाऊल को भेजा है। അവൻ ആ വഴിക്ക് പോയി, उन्होंने वो रास्ते में गया, കുറച്ചൊക്കെ ചെയ്തു. कुछ बात किया है, തടിച്ചതിനെയും കൊഴുത്തതിനെയും ഒന്നും ദൈവത്തിന് വേണ്ടി അവൻ വേർതിരിച്ചിട്ട് അവിടെ നശിപ്പിക്കാതെ കൊണ്ടുവന്നു. लेकिन उसमें अच्छे अच्छा जो चीज मोटा ताजा निकाय लेकर वो परमेश्वर के लिए बोलते हुए लेकर आया। അങ്ങനെ ഇരിക്കെ അതേ ശമൂവേൽ അവന്റെ വീട്ടിൽ വന്നു. आगे ऐसा जब हुआ तो शमूएल उनके घर में आया। അപ്പോൾ അവിടെ ചില സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. उधर कुछ बातचीत हो रहा है। അപ്പോൾ ചോദിച്ചു, ഇവിടെ കേൾക്കുന്ന കാളയുടെ ആടുകളുടെ മുക്ര എന്താണ്? तब शमूएल पूछ रहा है, इधर में जो बैल का और बकरी का आवाज जो सुन रहे क्या है? ആടിന്റെയും കാളയുടെയും മുക്ര ഈ ശമൂവേൽ കേട്ടിട്ടില്ലയോ? क्या ये शमूएल बैल का और बकरी का आवाज नहीं सुना है? എന്നാൽ അമാലേക്കരുടെ കാളയുടെ മുക്രായും നാട്ടുകാളുടെ മുക്രായും തമ്മിൽ സ്വരത്തിന് വ്യത്യാസമുണ്ട്. लेकिन अमालेकियों का बैल का आवाज और अपना देसी बैल का आवाज में फर्क है, ആടുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, बकरे बीच में फर्क है, ശബ്ദത്തിന് വ്യത്യാസമുണ്ട്. शब्द में फर्क है। അത് വിവേചിക്കുന്ന ശമൂവേലിന് മനസ്സിലായി. वो ये शमूएल को ये बात मालूम हुआ है, ഇത് അമാലേക്കരുടെ കാളയും ആടാണ്, ഇതിവിടെ വരാൻ കാരണമെന്തോ? अमालेकियों को बैल बकरा इधर क्यों आया है? അപ്പോൾ അവയെ യഹോവയ്ക്ക് കൊണ്ടുവന്നതാണ്. उन्होंने बोला ये परमेश्वर के लिए लाया है, നിന്റെ ദൈവത്തിൽ കൊണ്ടുവന്ന്, आपका परमेश्वर के लिए നിന്റെ लाया है, ജനം കൊണ്ടുവന്ന്, आपका जन्म लाया है, ഞാൻ കൊണ്ടുവന്നതല്ല. मायने नहीं लाया। ഇതാ ദൈവ ഉപശാന്തികളെ അംഗീകരിക്കുന്നില്ല. परमेश्वर ऐसा आपने इधर उधर की बातें बोलने से स्वीकार करने അപ്പോൾ वाला नहीं। ശമൂവേൽ പറഞ്ഞു, യഹോവ നിന്നെ തള്ളി. तब परमेश्वर ने बोला, शमूएल ने बोला परमेश्वर ने आपको നീ छोड़ दिया, ദൈവവചനം തള്ളി, आपने परमेश्वर का वचन छोड़ दिया, ദൈവകൽപ്പന തള്ളി, परमेश्वर की आज्ञा को छोड़ दिया, ദൈവം നിന്നെ തള്ളി. परमेश्वर तुमको छोड़ दिया। പോകുന്ന വഴിക്ക് ഒരു കാര്യം ഓർത്തോണം. जब हम जाते हैं तो एक बात हम याद रखना, നിങ്ങളുടെ വേലയിൽ നിങ്ങൾ ജയിക്കണമെങ്കിൽ ഒരു കാര്യം ഓർത്തോണം. आपका सेवकाई में आपको जय पाना है तो एक बात हम याद करना है, ദൈവത്തിന്റെ വചനമാകുന്ന കൽപ്പനയുടെ ഒരു വാക്ക് പോലും തള്ളിക്കളയരുത്. परमेश्वर का वचन का एक ही बात भी अब दाहिने आमीन। बाएं छोड़ना नहीं। ദൈവത്തിന്റെ ആലോചന അതുപോലെ ഏറ്റെടുത്ത് നിവർത്തിക്കണം. परमेश्वर का एक एक बात को अक्षर प्रति अक्षर पूरा करना है, എങ്കിലേ ദൈവം കൂടെ കാണുകയുള്ളൂ. ऐसा करने से परमेश्वर आपके साथ रहेगा। നിന്റെ ദൈവം നിന്റെ കൂടെ കാണണമെങ്കിൽ ദൈവത്തിൽ ആലോചന ഏറ്റെടുത്തോളണം. परमेश्वर आपके साथ रहना है तो परमेश्वर जो जो बातें बोला वो पूरा करते जाना। സമയം പോകുന്ന വേഗം ഞാൻ മുമ്പോട്ട് പോവുകയാണ്. मैं आगे बढ़ना चाह रहा हूँ। 28 15 വാക്യം 28 का 15 पढ़िए। വായിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞു വിട്ടേക്കാം. मैं बोलता हूँ, അവൻ വേഷം മാറി ഒരു വെളിച്ചപ്പാട് സിയുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. शाऊल अपना कपड़ा बदल के एक രാജവേഷം മാറി സാമാന്യ വേഷം. जादूगर के पास चले गए। അങ്ങനെ അവൻ അവിടെ സ്ത്രീയുടെ മുമ്പിൽ ചെന്നു. उन्होंने उधर में औरत के पास पहुंच गया। രാത്രിയിൽ ചെന്നു. और रात को पहुंच സ്ത്രീ गया। പോലും വിറച്ചുപോയി. वो औरत देखकर डर गया। അവിടെ വെളിച്ചപ്പാടത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. उधर में वो जादूगर कुछ बात അത് ശൗൽ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. शाऊल के लिए गवाही दे रहा है। ദൈവം എന്നെ വിട്ടുപോയി, परमेश्वर मुझे छोड़ दिया, ദർശനം എന്നെ വിട്ടുപോയി, दर्शन मुझसे छूट गया, പ്രവചനം കിട്ടുന്നില്ല, नबूवत मुझे नहीं मिल रहा है, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, मुझे सब खो गया, എനിക്ക് സമാധാനമില്ല, मुझे शांति नहीं है, ഞാൻ എന്തു ചെയ്യണം? मैं क्या करूं? ദൈവത്തിന്റെ ആലോചന വിട്ടുപോയ ശൗല് അവന്റെ സ്വന്തം സാക്ഷ്യം അവസാനം പറയുകയാണ്. परमेश्वर की मर्जी को छोड़कर चले Praise the गए Lord. और शाऊल Amen. अपना गवाही बता रहा है। ആമേൻ. ഈ അപകടസ്ഥിതി നമുക്കാർക്കും വരരുത്. ये हालत हम किसी को नहीं होना है। ആമേൻ. ദൈവം നമ്മെ കൈവിടരുത്. परमेश्वर हमको छोड़ना नहीं, ദൈവശബ്ദം നിലച്ചു പോകരുത്. परमेश्वर की आवाज रुकना नहीं, ദൈവാലോചന നിലച്ചു പോകരുത്. परमेश्वर आपके तरफ जो बोलने का बात रुकना नहीं, ദൈവവചനം നിരാകരിക്കരുത്. परमेश्वर का वचन को आप इनकार नहीं ഏത് കഷ്ടത വന്നാലും വചനത്തിൽ ആലോചനയിൽ നിന്നുകൊള്ളണം. करना। कितना भी कष्ट आए वचन में और परमेश्वर का दर्शन में खड़ा होना। Praise the Lord. प्रभु का धन्यवाद, Praise the Lord. प्रभु का धन्यवाद हो। Praise the Lord. അത് കഴിഞ്ഞു. वो बात हो गया। അവൻ പടയിൽ ചെന്നു.
उन्होंने लड़ाई में गए। 31-4 മുതലുള്ള വാക്യങ്ങൾ 31 का 4 से हम पढ़ते हैं सब। നിങ്ങൾ വായിച്ചുകൊണ്ടാൽ മതി. आप लोग बाद में पढ़ के देखिए। ഒടുവിൽ ശൗൽ പറയുന്ന വാക്ക്, और आखिरी में शाऊल क्या बोल रहे हैं? ഫിലിസ്ത്യരുടെ പട കഠിനമായി. फिलिस्तीयों का लड़ाई लड़ने वाला फौज बहुत दूर से आ रहा है। ഫിലിസ്ത്യരെ പേടിച്ചാണ് 13-ാം അധ്യായത്തിൽ അവൻ അവിവേകമായി യാഗം നടത്തിയത്. फिलिस्तीयों को डरते हुए उन्होंने 13 अध्याय में जल्दी जल्दी बलिदान किया। ആ ഭയന്ന ഫിലിസ്ത്യപ്പട തന്നെ ഇവനെതിരെ വന്ന് ഇവനെ കൊല്ലുമെന്ന് അവന് മനസ്സിലായി. वो डरने वाला फिलिस्ती फौज आकर इनको मार डालेगा करके मालूम हुआ। അവൻ തന്റെ ആയുധവാഹനോട് പറഞ്ഞു, നിന്റെ വാൾ ഉറയിൽ നിന്ന് എന്നെ കൊല്ലാൻ പറഞ്ഞു. उन्होंने अपना साथ हथियार लेकर जाने वालों को बोला, तुम्हारा तलवार उठाकर मुझे मार डालो। ആയുധവാഹനം മനസ്സായില്ല. जिन्होंने उनका हथियार लेकर चल उन्होंने तैयार नहीं हुआ। ശൗൽ തന്റെ വാൾ ഊരി ആ വാളിന്മേൽ വീണവൻ മരിച്ചു. शाऊल अपना तलवार उठाया और उसी के ऊपर गिरकर मरा। ആയുധവാഹനം അങ്ങനെ മരിച്ചു. उनका हथियार लेकर जाने वाला ऐसा मरा। അവന്റെ 3 മക്കളും അങ്ങനെ മരിച്ചു. 3 बेटे ऐसा मरा। ഇസ്രായേലിനെ കൂട്ടക്കൊലയിലാക്കി അവൻ പോയി. इस्राएल के सारे लोग बड़े हार कर हजारों लोग मरे हुए हालत में ഫിലിസ്ത്യർ അവരെ ജയിച്ചു. फिलिस्ती लोग उनके ऊपर जय पाया। എന്താണ് സംഭവിച്ചതെന്നറിയാമോ? क्या हुआ है? അതേ ദൈവം വെട്ടാൻ നിന്നെ ഏൽപ്പിച്ച വാള്, परमेश्वर तुमको काटने के लिए दिया हुआ तलवार, നീ അത് സേവ് ചെയ്താൽ आप उसको इस्तेमाल ना करते ആ हुए വാള് തിരിഞ്ഞു നിന്നെ വെട്ടും. അതാണ് ഇരുവായ്ത്തലയുള്ള വാള്. तलवार दोबारा आकर आपको Praise the Lord. ओ है 2 तारी तलवार। ദൈവം ഏൽപ്പിച്ച വാള് നീ സേവ് ചെയ്യാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. परमेश्वर ने आपके हाथ में दिया हुआ Praise the तलवार Lord. आप हमेशा लगातार इस्तेमाल करते रहे। ഈ ശൗലിനെ പറ്റിയ അപകടം നമുക്ക് പറ്റരുത്. और शाऊल को जो हालत हुआ आपको नहीं होना है। അവൻ ദർശനം നഷ്ടപ്പെട്ടവനാണ്. उन्होंने दर्शन खो गया। അവന് കസാരകളിയായിരുന്നു താല്പര്യം. उन्होंने कुर्सी के पीछे चलना चाहा। അവൻ ദൈവപ്രമാണത്തെ ബലഹീനമാക്കി. उन्होंने परमेश्वर का कानून को कमजोर किया। ജനത്തിന്റെ പ്രഭുക്കന്മാരുടെ ആലോചനയ്ക്ക് അവൻ വശംവദനായി. लोगों का और जन का बड़े लीडरों का बातों के लिए अधीन हो गया। അതുകൊണ്ട് അവന്റെ സിംഹാസനം പോയി. उसके कारण उनका सिंहासन അവന്റെ കിരീടം പോയി. उनका मुकुट चले गया। അവന്റെ പിൻഗാമികളുടെ വാഴ്ച പോയി. उनके पीछे चलने वाला उनका അവന്റെ കുലത്തിന് खत्म हो गया। അവന്റെ കുലത്തിന് നഷ്ടമായി. അത് उनके सारे खानदान के लिए नुकसान हो गया। ദൈവ ദർശനം വിട്ടുപോയവന്റെ അന്തമാണ് ഈ പറഞ്ഞത്. जिन्होंने परमेश्वर का दर्शन को खो गया, उस दर्शन में खड़ा नहीं हुआ, उनका अंत के बारे में सुना। ഞാൻ ഗിൽബോവ പർവ്വതത്തിൽ പോയിട്ടുണ്ട്. मुझे गिलबोआ पहाड़ में जाने का मौका मिला। അവിടെ ചെന്നപ്പോൾ ഇസ്രായേലിലെ ഗൈഡ്സ് ഞങ്ങളോട് പറഞ്ഞു, उधर मैं जब गया तो इसराइल का गाइड्स लोग मुझे कहा, ഞങ്ങളുടെ കൊടി താഴ്ത്തി കെട്ടേണ്ട ഒരു സ്ഥലവും ഭൂമിയിലില്ല. हमारा झंडा नीचे करके बांधने का कोई जगह हमारे पास ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ പതാക എന്നും താഴ്ത്തിയാണ് കിട്ടുന്നത്. लेकिन इधर में गिलबोआ पहाड़ में हमारा झंडा नीचे ഞങ്ങളുടെ बांधते हैं। ഒന്നാമത്തെ രാജാവിന്റെ ദയനീയ പരാജയമാണ് ഇവിടെ സംഭവിച്ചത്. हमारा पहले राजा का सबसे बुरे हालत इधर हुआ ആ है। ജാതിക്ക് പോലും അപമാനമുള്ളവനായി അവൻ അവസാനിച്ചു. इस्राएल कौम के लिए एक अपमान का हालत में बन गया। എന്നാൽ പുതിയ നിയമത്തിലെ ശൗലിംഗിലേക്ക് ഞാൻ വരട്ടെ. लेकिन नया नियम में लिखा हुआ शाऊल के बारे में पढ़े। ദർശനത്തിന് വഴിമാറാത്തവൻ, ओ दर्शन को छोड़कर दाहिने बाएं नहीं हटता। ചങ്ങലയുണ്ട്, തല്ലുണ്ട്, പട്ടാളമുണ്ട്, ഉപദ്രവമുണ്ട്, പട്ടിണിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ദർശനം വിടാത്ത ദൈവദാസൻ. ओ उनके लिए उनके सामने तलवार है, हर किस्म का परेशानी है, जेल है, मुसीबत है, पथरवा है, इतना कुछ होने के बाद भी दर्शन से दाहिने बाएं नहीं हटता। അവൻ പദവിക്കും കസേരയ്ക്കും വേണ്ടിയല്ല നിൽക്കുന്നത്. കയത്തിലേക്ക് താണുകൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹം, ओ निराशा में उस समुद्र में डूबने वाला एक लोग, സഞ്ചരിച്ച കപ്പൽ പൊളിഞ്ഞു. ओ जिस जहाज में चल रहा था वो टूट गया। എല്ലാവരും അയ്യംവിളി നിലവിളിയായി. सब लोग चिल्लाकर रो रहा है। എല്ലാം നിരാശയിലായി. सब लोग निराशा में आए। രക്ഷപ്പെടുമെന്ന് ആർക്കും താല്പര്യമില്ലാതെയായി. छुटकारा मिलेंगे करके बच जाएंगे कि किसी को उम्मीद അവിടെ नहीं। നിങ്ങൾ പൗലോസിനെ നോക്ക്. उधर में आप पौलुस को देखो। പൗലോസ് ഇങ്ങനെ പറഞ്ഞു, पौलुस ऐसा बोला है, ഞാൻ സേവിക്കുന്നവനും जिस परमेश्वर का मैं सेवा कर रहा हूं, എന്റെ ഉടയവനുമായി എന്റെ കർത്താവ് मेरा मालिक और मेरा कर्ता ഇന്നു രാത്രി എന്റെ അടുക്കലേക്ക് വന്നു. आज रात मेरे पास आया। ജീവിതത്തിന്റെ രാത്രി നിന്നെ മൂടുമ്പോൾ, अंदर जीवन में रात्रि Praise the Lord. आपको ऊपर आते समय പ്രതികൂലങ്ങൾ നിന്നെ ആവരണം ചെയ്യുമ്പോൾ, सारे तरफ का मुसीबत आपके सामने आते हैं। ഒരാശയ്ക്കും വകയില്ലാതാകുമ്പോൾ, जब कोई आशा नहीं है, സഞ്ചരിച്ച പടക് തകരുമ്പോൾ, जिस जगह में आप सफर करते हो जब टूट जाता है, സകല നിയന്ത്രണവും വിടുമ്പോൾ, सारे कंट्रोल हट जाता है, നാം സേവിക്കുന്ന ഉടയവനുമായ കർത്താവ് അവിടെയാണ് ഇറങ്ങി വരുന്നത്. तो जिस परमेश्वर का हम सेवा करते हैं Praise the उठकर Lord. हमारे लिए आता है। എന്താണ് ശബ്ദം? उधर में क्या शब्द आता है? പൗലോസേ ഭയപ്പെടണ്ട, ओ पौलुस डरना नहीं, ഭയപ്പെടേണ്ട. ओ पौलुस डरना नहीं। ഒരൊറ്റ ആത്മാവ് മരിക്കത്തില്ല. एक भी आत्मा एक
एक भी जन नहीं मरेगा, ആരും നഷ്ടപ്പെടുകയില്ല. किसी का नुकसान नहीं होगा। നിന്നോട് കൂടെയുള്ളവരെ നിനക്ക് തന്നിരിക്കുന്നു. जो लोग तुम्हारे साथ है उनको तुमको दे रहा हूं। മരണത്തിലേക്ക് താണുകൊണ്ടിരിക്കുന്ന 276 ആത്മാക്കളെ ഈ കടലിൽ അതെ പൗലോസിന് ദൈവം കൊടുത്തു. मौत के लिए डूबने समुद्र में डूबने वाला 276 लोगों का आत्मा को आमीन। परमेश्वर ने शाऊल को दे दिया। പട്ടാളവും പരിവാരങ്ങളുമായി വന്നവരെ അതേ മരണത്തിൽ അണ്ടുപോയപ്പോൾ जो लोग Praise the Lord. पूरा फौज के साथ Praise- पूरे शक्ति के साथ आया, उन लोग मौत में जब डूब गया, സകലയാശയും നഷ്ടപ്പെട്ട ഒരു സമൂഹം രക്ഷപ്പെടുവാനിടയായത് ഈ പൗലോസിന്റെ ദൈവദർശനമാണ്. जिन्होंने खो गया मौत के लिए जा Amen. रहा था, Yes. उन लोग छुटकारा सिर्फ पौलुस के द्वारा मिला है। നീ പോകുന്ന സ്ഥലത്ത് ഏത് കൊടുങ്കാറ്റുണ്ടായാലോ, जिस जगह में आप जा रहे उधर कितना भी तूफान आए, നീ വേല ചെയ്യുന്നിടത്ത് ഏത് പ്രതികൂലമുണ്ടായാലോ, आप इधर सेवा करते कितना भी मुसीबत आए, അവിടെയുള്ള ജനത്തെ ദൈവം നിനക്ക് തന്നു എന്ന് ദൈവം നിന്നോട് പറയോ. उधर में जितना लोग हैं उनको आपको प्रभु ने दिया करके बोलेगा। Praise the Lord. Hallelujah. ഏത് പ്രതികൂലം വന്നാലും ദൈവം വാക്ക് പറഞ്ഞു മാറത്തില്ല. जितना भी मुसीबत आने से परमेश्वर जी ने वायदा किया हटेगा नहीं। അങ്ങനെ പൗലോസിന്റെ കൂടെയുള്ളവർ രക്ഷപ്പെട്ടു. ऐसा पौलुस के साथ वाला लोग छुटकारा पाया। ദർശനം നഷ്ടപ്പെട്ടവൻ ഉൾപ്പെടെ എല്ലാം നശിക്കുമ്പോൾ ദർശനം നഷ്ടപ്പെടാത്തവൻ ആ കഷ്ടതയുടെ ആഴത്തിൽ ഒടുവിക്കപ്പെടുകയാണ്. वो जिनका दर्शन खो गया उस शाऊल राजा के साथ सब लोगों का अंत हो गया, आमीन। लेकिन जिन्होंने दर्शन में खड़ा हुआ उनके साथ 276 लोग उद्धार पाकर छुटकारा पाकर खड़ा है। രണ്ട് അതെ തീമോഥെയോസ് 1:15 മുതലുള്ള വാക്യങ്ങൾ നോട്ട് दूसरा ചെയ്തു. तीमुथियुस 1:15 से लेकर वचन पढ़ते हैं। പൗലോസ് ഇങ്ങനെ പറഞ്ഞു, पौलुस ऐसा कहता है, റോമ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. रोमी जेल खाने में पड़ा है, ആ ജയിലിൽ ഞാൻ പോയിട്ടുണ്ട്. मैंने वो जेल खाने में गया है। ഈ സ്ഥലത്തിന്റെ പകുതിയേ ഉള്ള ജയിലിന്റെ വിസ്തൃതി. वो जेल के अंदर का इस जगह का इसका आधा ही है। അവിടെ മൂലയ്ക്ക് 4 അടി പൊക്കമുള്ള ഒരു കല്ല് പാറയെ കൊത്തി തന്നെ നിർത്തിയിട്ടുണ്ട്. उधर में 4.5 फुट ऊंचा एक पत्थर उधर खड़ा ഒരു किया। ഇടുക്ക് വാതിലിലൂടെ വലിച്ചുകൊണ്ട് വരാനുള്ള ദ്വാരമേ അതിനകത്തുള്ളൂ. उधर में एक छोटा दरवाजा है, उसके अंदर से खींच के ले आना ലോകത്ത് पड़ता है। പിടികിട്ടാപ്പുള്ളികളായ കുറ്റക്കാരെ അത് മരണത്തിന് വിധിച്ചാൽ കൊണ്ടിടുന്ന ജയിലാണിത്. जो लोगों को मौत के लिए सजा दिया गया उनको ऐसा जेल में लेकर डाल അവിടെ മെഴുകുശീല പോലും ഇല്ല. उधर में कोई सफाई कर किया हुआ അതെ, नहीं। ഒന്ന് ഉടുതുണിക്ക് മറുതുണിയില്ല. उधर में कोई दूसरा कपड़ा भी नहीं। അവിടെ കൊണ്ടുവന്നാൽ കൊന്ന് ഒരു ദ്വാരത്തിലൂടെ ടൈബർ നദിയിലേക്ക് തള്ളിക്കളയുക എന്നേ ഉള്ള അന്ത്യവിധി. उधर में लाने के बाद उनको मार डालकर टाइबर दरिया है, आमीन। नदी है, उसके अंदर उनको फेंक देता है। പൗലോസ് റോമാ പൗരനാകയാൽ അവിടെ വെച്ചല്ലവനെ കൊന്നത് അല്പം ദൂരെ ഒരു സ്ഥലത്ത് മാറ്റിക്കൊണ്ടുവന്നു. पौलुस एक रोमी पौर होने के कारण उन्होंने उधर में नहीं डाला, दूसरा जगह में उनको मार അവിടെ डाला। കിടന്ന പൗലോസ് പറയുകയാണ് 15-ാം വാക്യം, उधर पड़े हुए पौलुस बोल रहा है, ആസിയാക്കാരെല്ലാവരും എന്നെ കൈവിട്ടു. आसिया का सब लोग मुझे छोड़ അത് दिया। അവർക്ക് കണക്കിടാതിരിക്കട്ടെ. उनको ना पूछे। ആയിരക്കണക്കിന് വിശ്വാസികളെയും ദൈവദാസന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന ദൈവദാസൻ അവസാനം പറയാണ് എല്ലാവരും എന്നെ കൈവിട്ടു. हजारों लोगों को आत्माओं को लेके आया हुआ परमेश्वर का दास बोल रहा है, आमीन। सब लोग मुझे छोड़ दिया। എന്നാൽ അവസാനം പറയുന്നു കർത്താവ് എനിക്ക് തുണ നിന്നു. लेकिन आखिर बोलता परमेश्वर मेरे साथ दिया। പഴയ നിയമത്തിലെ ശൗലിന്റെ കൂടെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു, കർത്താവില്ലായിരുന്നു. पुराना नियम का शाऊल के साथ सब लोग साथ है, लेकिन आमीन। परमेश्वर नहीं था। പുതിയ നിയമത്തിലെ ശൗലിന്റെ കൂടെ കർത്താവേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരുമില്ലായിരുന്നു. नया नियम का पौलुस के साथ में शाऊल के साथ सिर्फ परमेश्वर था, बाकी लोग कोई नहीं था। നിങ്ങളുടെ കൂടെ കർത്താവുണ്ടോ? എല്ലാം ഉണ്ട്. अगर आपके साथ परमेश्वर Praise the है तो सब कुछ है। Praise the Lord. അത് എല്ലാവരും പോയാലും കർത്താവ് കൂടെ ഉണ്ടായിരിക്കട്ടെ. अगर सब लोग जाने से परमेश्वर आपके साथ रहे। അവിടെ ഒനേസിഫോരോസിനെ പ്രശംസിക്കുന്നു, അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം അവിടെയുണ്ട്. ओनेसिमोस को आशीष देते हुए एक बात उधर लिखा है। അവസാനം 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. आखिर में 4th अध्याय में पढ़ते हैं, ആ കല്ലേല് അഥവാ ആ തൂണേല് ആ കൈ കാലുകൾ കൂച്ചുവലം കിട്ട് പൗലോസ് കിടക്കുകയാണ്. उस पत्थर में पौलुस को जंजीरों से बांधकर हाथ पांव बांधकर पड़ा हुआ है। ചക്രവർത്തിയുടെ വിധിക്ക് അതേ പകർപ്പിന് ഒപ്പിട്ടതിന് ശേഷമാണ് ഇത് എഴുത്തെഴുതുന്നത്. ये पौलुस मरिकनो। शहनशाह हाँ। महाचक्रवर्ती उन्होंने उनका फांसी उनको खत्म करने के लिए चिट्ठी लिख दिया, उन्होंने दस्तखत कर दिया, उसके बाद पौलुस लिख रहा है। താൻ ശിരച്ഛേദം ചെയ്യപ്പെടണമെന്നുള്ള നിയമമാണ് ആ കൽപ്പനയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. उनका सिर काट कर अलग करना करके उधर में हुक्मत आया है। പൗലോസ് ഒടുവിൽ ആ തൂലിക ഇങ്ങനെ എഴുതി അവസാനിപ്പിച്ചു, पौलुस आखिर में ऐसा लिखकर खत्म किया, ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോകുകയാണ്. पानी की तरह उंडेल लिया जा रहा എന്റെ है, നിര്യാണ കാലം അടുത്തിരിക്കുന്നു. मेरा मरने
का समय आया है। ഞാൻ നല്ല പോർ പൊരുതു, मैं अच्छा लड़ाई लड़ा, ഓട്ടം തികച്ചു, मेरा दौड़ पूरा വിശ്വാസം किया, കാത്തു, विश्वास को रखवाली, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ओ धर्म का मुकुट मेरे लिए रखा है। ഈ ദൈവദാസന്റെ അന്ത്യം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ये परमेश्वर का दास का आखिरी वक्त आप सुन रहा है। തീമത്യോസിനെ എഴുതിയ കൂട്ടത്തിൽ താൻ എഴുതിയ ക്രിപ്പോസിന്റെ ഭവനത്തിൽ ഇരിക്കുന്ന ചർമ്മലിഖിതങ്ങളും ആ പുതപ്പ് ഇഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇവിടെ പുതയ്ക്കാൻ ഒന്നുമില്ല, ഇത് ശൈത്യമുള്ള സമയമാണ്, തണുത്ത് വിറയ്ക്കുന്ന സമയമാണ്. उधर उन्होंने लिखा तीमुथियुस तुम आते वक्त तो कंबल लेके आना, क्योंकि इधर में पूरा सर्दी है, इधर मुझे ओढ़ने के लिए कुछ नहीं। അതെ, ഈ ലേഖനം എഴുതി താൻ എഴുത്ത് അവസാനിപ്പിച്ച 14 ലേഖനങ്ങൾ അവസാനത്തെ ലേഖനമാണിത്. उन्होंने 14 पत्री लिखा, इसमें आखिरी पत्री है, वो लिखकर उन्हें खत्म किया। അവിടെ നിന്ന് തന്നെ ആ ചങ്ങല, ഇപ്പോഴും ആ ചങ്ങല ആ തൂണേ കിടപ്പുണ്ട്. अभी भी वो जंजीर उस पत्थर में पड़ा हुआ है। ഞാനത് കണ്ടതാണ്. मैं उसको देखा। ഞാൻ സമചിത്തത വിട്ട് കരഞ്ഞു പോയ ഒരു സ്ഥലം ഭൂമിയിലുണ്ടെങ്കിൽ ആ ജയിലിൽ ചെന്നപ്പോഴാണ്. मैं अपने आप को रोया हुआ कोई जगह है तो पौलुस पड़ा हुआ वो जेल खाना। ആ ചങ്ങലയിൽ നിന്ന് കൊളുത്തെടുത്ത് തന്നെ അഴിച്ച് 3 മൈൽ ദൂരത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. उधर से उनको खोलकर 3 मील दूर एक जगह में ले गए। അവിടെയും ഒരു കല്ല് 4 അടി പൊക്കത്തിൽ അത് കുഴിച്ചിട്ടിട്ടുണ്ട്. उधर भी ये 4.5 फुट का एक पत्थर खड़ा किया। റോമൻ വൈസറുടെ വിധി അവിടെ വായിക്കുകയുണ്ടായി പട്ടാളക്കാര്. रोमी सरकार का हुक्म उधर पड़ा है। പൗലോസ് തന്റെ ജീവിത സാക്ഷ്യത്തോടെ പ്രസ്താവിച്ചു, पौलुस अपना गवाही भी उधर ഞാൻ बताया। നല്ല പോർ പൊരുതു, मैं अच्छा ഞാൻ लड़ाई लड़ा है। ഓട്ടം തികച്ചു, मैं दौड़ पूरा किया। വിശ്വാസം കാത്തു, मैं विश्वास का रखवाली किया। നീതിയുടെ കിരീടത്തിനായി ഞാൻ പോകുകയാണ്. नीति का वो मुकुट के लिए मैं जा रहा हूं। അതെനിക്ക് മാത്രമല്ല, वो मेरे लिए सिर्फ नहीं, അവന്റെ പ്രത്യക്ഷത്തെ പ്രിയം വെച്ച ഏവർക്കും അത് ലഭിക്കും. वो मेरे लिए सिर्फ नहीं, उनका आमद के लिए इंतजार करने सबको मिलने का। ദർശനം നഷ്ടപ്പെട്ടവൻ അവന്റെ കിരീടവും പിൻഗാമികളുടെ കിരീടവും നഷ്ടപ്പെടുത്തിയപ്പോൾ जिन्होंने दर्शन को खोया, उनका मुकुट और उनके पीछे चलने वाला सबको बर्बाद किया। ദർശനത്തിൽ നിന്നവൻ പിൻഗാമികൾക്കെല്ലാം കിരീടം വാരി വിതറി കൊടുത്തുകൊണ്ട് അവൻ പറന്നുയർന്ന് അത് കർത്താവിന്റെ അടുക്കലേക്ക് പോയി. जिन्होंने दर्शन में खड़ा किया, बाकी लोगों के लिए आमीन। बहुत बड़ा मुकुट का स्थान देकर स्वर्गीय स्थानों में गए। റോമൻ കൈസറുടെ മിന്നുന്ന വാള് അതെ അവന്റെ കഴുത്ത് വെട്ടി അതെ ശിരസും അതെ ഉടലുമായി വേർപെടുത്തി. जब रोमी गवर्नर का उस हुकूमत का तलवार उनका गर्दन को काट 3 സ്ഥലത്ത് തല തെറിച്ചു പോയതായി മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 जगह में वो सिर जब काट के गया, അവന്റെ टूट के गया। കല്ലറയും അവിടെ തന്നെയുണ്ട്. उनका खबर भी उधर है। ഒരു പള്ളിയും അതിനോട് ചേർന്ന് വെച്ചിട്ടുണ്ട്. घर में एक गिरजाघर भी बना कर ഇതേ ഒരു ഓർമ്മയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ये मैं आपके यादगारी के लिए बताया। തീമത്യോസ് ഇവൻ മരിച്ചതിന്റെ പിറ്റേ ദിവസമാണ് ചർമ്മലിഖിതങ്ങളും പുതപ്പും എല്ലാം അവിടെ കൊണ്ടുവന്നത്. पौलुस को मार डालने के दूसरा दिन तीमुथियुस उस कंबल लेके അത് गया। സഭാ ചരിത്രത്തിലുള്ള കാര്യമാണ്. वो सब चरित्र में कलीसिया के इतिहास അപ്പോൾ में लिखा है। തീമത്യോസിനോട് ചോദിച്ചു, നീ ആരെ കാണാൻ എവിടെ വന്നത്? അപ്പോൾ तीमुथियुस को पूछा, तुम किसको देखने के लिए आए? എന്റെ ആത്മപിതാവായ പൗലോസിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. मेरे पिता पौलुस को देखने के लिए आया है। അപ്പോൾ ആ ജയിൽ കാവൽക്കാരൻ പറഞ്ഞു, ഇന്നലെ അവനെ വെട്ടിക്കൊന്നു, അവൻ രക്താതെ ശിരച്ഛേദം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു. उन्होंने तब बोला, कल उनको मार डाला करके बताया। ഈ സാധനങ്ങളുമായി ദീർഘസമയം തീമത്യോസ് അവിടെ കരഞ്ഞുകൊണ്ടിരുന്നു. बहुत देर तक तीमुथियुस वो कंबल ओढ़कर कंबल पकड़कर रोता रहा। പ്രൈസ് ദി ലോർഡ്. प्रभु का धन्यवाद हो। ഞാൻ നല്ല പോർ പൊരുതു, मैं अच्छा दौड़ा, ഞാൻ ഓട്ടം തികച്ചു, मैं दौड़ पूरा किया, ഞാൻ വിശ്വാസം കാത്തു, मैं विश्वास का रखवाली की। നീതിയുടെ കിരീടം എനിക്കുണ്ട്. ओ उस धर्म का मुकुट मेरे लिए रखा है। നിങ്ങൾ ദർശനത്തിൽ നിലനിന്നാൽ, अगर आप लोग दर्शन में നിങ്ങൾ खड़ा ദർശന रहेगा, പ്രകാരം പോരാടിയാൽ, दर्शन के अनुसार लड़ेगा, അതെ നിങ്ങൾ ഈ പൗലോസിനെ പോലെ ഒരു നല്ല അന്ത്യത്തിലേക്ക് നീങ്ങും. पौलुस की तरह एक अच्छा अंत पाएगा। അതേ പഴയ നിയമത്തിലെ ശൗലോ പുതിയ നിയമത്തിലെ ശൗലോ ആരാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് നോക്കുക. पुराना नियम का शाऊल, नया नियम का पौलुस, आप किसको देखें? ദർശനം വിട്ടവന്റെ അന്ത്യം അതേ ആ ശൗല് ഒന്നാമത്തെ ശൗലാണ്. जिन्होंने दर्शन खोया वो पहला शाऊल। ദർശനത്തിൽ നിന്നവന്റെ അന്ത്യം രണ്ടാമത്തെ ശൗലാണ്, പൗലോസാണ്. जिन्होंने दर्शन में खड़ा हुआ आमीन। व्यक्ति शाऊल। ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. आज मैं इधर से खत्म कर रहा നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിന്റെ വേലക്കാരെന്ന അഭിമാനത്തോടെ ഞാൻ അറിഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. हूं। प्रभु की सेवक है समझ के मैं प्रभु का धन्यवाद देता हूं। നിങ്ങൾ 1000-10,000 മാതൃകളായി തീരേണ്ടവരാണ്. आप लोग हजारों 10,000 लोगों का नमूना बनना है। വാളിന്റെ മുമ്പിൽ നിന്നാൽ, കല്ലിന്റെ മുമ്പിൽ നിന്നാൽ, ഉപദ്രവത്തിന് മുമ്പിൽ നിന്നാൽ നിങ്ങൾ ആരും ക്ഷീണിച്ചു പോകരുത്. तलवार के सामने, सत्तावट के सामने, पतरवा के सामने खड़ा होते समय आप हारना नहीं। നിങ്ങൾ
ഞങ്ങൾ ആരും പുറകോട്ട് പോകരുത്, आप लोग कोई पीछे नहीं, നാം മുന്നോട്ട്, आपको आगे വിശ്വാസത്തിൽ നിലനിന്ന മുന്നോട്ട്. विश्वास में स्थिर होकर आगे बढ़े। അങ്ങനെ നമ്മൾ നിന്നാലുള്ള ഫലം എന്താണ്? ऐसा खड़ा होने से അഴിഞ്ഞു फायदा क्या है? പോകുന്നതും തീരെ ശോധന ചെയ്യുന്നതുമായ जो इस संसार के जो मिटने वाला പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന എത്ര വിലയേറിയത്. मिटने वाला सोने से आपका परखा हुआ कितना अच्छा ഈ है। കാണുന്നതൊക്കെ ക്ഷണികമാണ്, ये जो देखता है थोड़ी കാണാത്തൊരു നിത്യത നമുക്കുണ്ട്. वो हम जो देखा नहीं वो हमारे लिए നോടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങൾ ये थोड़ी देर का एक कष्ट है। അത്യന്തമനവധിയായ നിത്യദേശത്തിന് വേണ്ടി നമ്മെ ഒരുക്കുന്നു. वो आने वाला महिमा के लिए हमको तैयार करता है। കണ്ണുകൾ അടച്ചാട്ട് आंखें बंद करें, ദൈവത്തിന് സമർപ്പണത്തിലേക്ക് വന്നാട്ട് अपने आप को समर्पण करें, ജീവനാലാകട്ടെ अपने മരണത്താലാകട്ടെ चाहे मौत आए, ഉയരത്തിനാകട്ടെ कुछ भी आए, വാഴ്ചകൾക്കാകട്ടെ अधिकार आए, അധികാരങ്ങൾക്കാകട്ടെ अधिकार आए, ഇപ്പോഴുള്ളതിനാകട്ടെ जो अभी है, വരുവാനുള്ളതിനാകട്ടെ जो आने वाला, യാതൊരു ശക്തിക്കോ या कोई भी യാതൊരു വ്യക്തിക്കോ कोई യാതൊരു അധികാരത്തിലോ कोई ताकत എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ मेरा നിന്ന് प्रभु यीशु मसीह का मोहब्बत से എന്നെ വേർതിരിപ്പാൻ കഴിയത്തില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. मुझे छुड़ा नहीं सकता, मुझे छोड़ नहीं Praise the सकता। Lord. ആ ഉറപ്പോടെ ഇന്ന് പകൽക്കാലം കടന്നു പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. और के साथ हम आगे जाए और प्रार्थना करें। ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. हालेलुया। आइए हम परमेश्वर का वचन सुना है Praise the Lord. आपके सामने। प्रभु का दास ने दो व्यक्ति को खड़ा किया है, एक शाऊल, दूसरा पौलुस। पौलुस अपना दर्शन में खड़ा रहा, शाऊल दर्शन में खड़ा नहीं रहा। प्रभु के दास के द्वारा अच्छा वचन हमको मिला है। आज एक समर्पण करें, प्रभु घुटना में बैठे एक समर्पण करें। चाहे प्रभु कितना भी कष्ट आए, कितना भी परेशानी आए, कितना भी दुख आए, हमारे सामने बहुत मुसीबत है, हमको मारने के लिए लोग तैयार है, पथरवाह करने के लिए तैयार है, काटने के लिए तैयार है। आप बोले जो दर्शन मुझे मिला है अंत तक मैं उसमें खड़ा रहूंगा। प्रार्थना करें। हालेलुया। प्रभु चाहे कुछ भी हो जाए, चाहे कुछ भी हो जाए, प्रभु उस दर्शन में मैं खड़ा रहूंगा। हालेलुया। प्रार्थना करें। हालेलुया। मुंह खोल कर प्रार्थना करें। प्रभु के दास के द्वारा अच्छा वचन हमको मिला है। पौलुस को आखिरी में क्या हुआ आपने सुना है। प्रभु हिंदुस्तान के लिए, हिंदुस्तान के लिए कितना भी कष्ट है, कितना भी परेशानियां है, मैं तैयार हो रहा हूं प्रभु। हिंदुस्तान के लिए कष्ट के लिए मैं तैयार हो रहा हूं।